ബ്രഹ്മസൂത്രം ഒന്നാം അധ്യായം ഒന്നാം പദം രണ്ടാം സൂത്രം 52-ാമത്തെ പേജിലാണ് തുടങ്ങേണ്ടത്. പക്ഷെ നിങ്ങളുടെ 51-ന്റെ അവസാനം നമ്മൾ പറയാം വിപക്ഷേ ബാധകമാഹാന. ഇവിടെ ശരിക്കും വിപക്ഷം പറയണമെങ്കിലേ ഒരു അനുമാന സ്ഥലത്ത് സാധ്യത്തിന്റെ അഭാവം കാണുമ്പോഴാണ് വിപക്ഷം കിട്ടുക. നിശ്ചിത സാധ്യാഭാവാൻ വിപക്ഷഹാനാണ്. അവിടെ ദോഷം പറയുമ്പോഴാണ് വിപക്ഷമല്ല, നമുക്കവിടെ വിപക്ഷം സമ്മതിച്ചു തരത്തില്ല എന്നുള്ള സ്ഥിതിയിലാണ് വിപക്ഷത്തിൽ ദോഷം കാണിക്കുക, ബാധകം പറയാം. വിപക്ഷത്തിന്റെ ബാധകൻ. അങ്ങനെയായിരുന്നെങ്കിൽ ഇത് എങ്ങനെ അന്വയിക്കേണ്ടത്? അനുമാനം വന്നത് ബ്രഹ്മം മനനാദ്യ അനപേക്ഷ എന്നാ. അതിന്റെ ബാധകം എന്തായിരിക്കും? മനനാദ്യ അപേക്ഷ എന്നാ. അവിടെ സിദ്ധാന്തി ബാധകം പറയാൻ പോവുമോ? പോകൂല. ടീക്ക്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാല് തൊട്ടടുത്ത പ്രസംഗം എന്തായിരുന്നു? വേദാർത്ഥമായതിനാല് കൃതിസാധ്യത്വം, വിധിനിഷേധ, വികല്പ, ഉത്സർഗങ്ങളെല്ലാം തന്നെ ധർമ്മത്തിലുള്ളതുപോലെ ബ്രഹ്മത്തിലും കയറി വരും എന്നുള്ളത്. അതിന്റെ വിപക്ഷം എന്തായതിന്? കയറി വരത്തില്ല എന്നുള്ളത്. അതിനെ ബാധകം എങ്ങനെ സിദ്ധാന്തി പറയും? സിദ്ധാന്തിക്ക് ഇഷ്ടമല്ലായിരുന്നു. മനസ്സിലായോ? ഇങ്ങനെയുള്ള എന്താണ് ശരിക്കും അങ്ങോട്ട് ഒക്കാത്ത കുറെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഈ ടീക്കയിൽ കാണാമായിരുന്നു. ടെക്നിക്കൽ സൈഡിലൂടെ നോക്കിയാൽ ഇതിൽ പ്രശ്നമുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ ഇവിടെ അല്ല ഇത് അന്വയിക്കാൻ പോകുന്നത്. ഇതിനെവിടെ അന്വയിക്കും? 52-ാമത്തെ പേജിലെ ഭാഷ്യം പങ്ക്തി 2 കണ്ടോ? കർത്തവ്യ വിഷയേ ന അനുഭവാപേക്ഷ അസ്ഥിതി. കർത്തവ്യമായിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കർത്തവ്യത്തിന്റെ വിഷയം എന്നാണ്. കർത്തവ്യേഹി വിഷയേ സപ്തമി പ്രയോഗമാണ്, സപ്തമിയാണ്. കർത്തവ്യമായിരിക്കുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ധർമ്മത്തിൽ ന അനുഭവ അപേക്ഷ അസ്ഥി. അനുഭവത്തിന്റെ അപേക്ഷ ഇല്ല. ഇല്ല, സതിസത്യമല്ല, വിശേഷണ വിശേഷ ഭാവത്തിലാണത്. കർത്തവ്യമായിരിക്കുന്ന വിഷയമായിരിക്കുന്ന ധർമ്മത്തിൽ അനുഭവത്തിന്റെ അപേക്ഷ ഇല്ല എന്നുള്ളതിനാൽ ശ്രുതിനാമേവ പ്രാമാണ്യം സ്യാദ്. ശ്രുതികൾക്ക് മാത്രമേ പ്രാമാണ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ അനുഭവത്തിന്റെ അപേക്ഷയില്ല എന്നുള്ളതിനാൽ അനുഭവം പ്രമാണമായിട്ട് ഭവിക്കത്തില്ല. ഇത്രയും വരുമ്പോഴാണ് ഇനി കൊണ്ടുവരേണ്ടത് വിപക്ഷേ. വിപക്ഷം എന്ന് പറയുന്ന അർത്ഥം കിട്ടും അനുഭവത്തിന്റെ അപേക്ഷയുണ്ടെങ്കിൽ. എവിടെ? ധർമ്മത്തിൽ. അവിടെ ബാധകം കാണിക്കുകയാണ് ഇനി മുന്നോട്ട്. പുരുഷാധീന ആത്മലാഭത്വച്ച കർത്തവ്യസ്യ. കർത്തവ്യം എന്നുള്ളത് പുരുഷാധീന ആത്മലാഭമുള്ളതാകുന്നു എന്ന് പറഞ്ഞ അർത്ഥം. ആത്മലാഭം എന്ന് പറഞ്ഞ ഉത്പത്തി, പുരുഷന് അധീനമായിട്ട് മാത്രം ഉത്പത്തി ഉള്ളതാകുന്നു കർത്തവ്യമായിരിക്കുന്ന വസ്തു. ഇതിന്റെ അർത്ഥം എന്താ? അനുഭവത്തിന്റെ അപേക്ഷയുള്ള സ്ഥലത്ത് പുരുഷ അധീന ഉത്പത്തികമല്ല അത്. ഏതാ? ജ്ഞാനത്തിന്റെ കാര്യത്തിൽ, അതായത് ബ്രഹ്മ വിഷയക അപരോക്ഷ ജ്ഞാന സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിദ്വാന്റെ അനുഭവവും ഒരു പ്രമാണമായിട്ട് ഭവിക്കുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടതേ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലല്ല. ഇതെല്ലാം ജ്ഞാനോത്പത്തിക്ക് കാരണമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ പ്രമാണമാക്കി വെച്ചത്. മനസ്സിലായോ? വിദ്വാന്റെ അനുഭവം ഇവിടെ നമ്മൾക്ക് ഗ്രഹിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വിദ്വാന്റെ അനുഭവം ഇവിടെ നമ്മൾക്ക് ഗ്രഹിക്കേണ്ട ആവശ്യമുണ്ട്. ഏതിന്? ബ്രഹ്മജ്ഞാനം സംഭവിക്കും എന്നുള്ളതില് ആ രീതിയിൽ ആ വിദ്വാന്റെ അനുഭവം പ്രമാണകോടിയിൽ വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ചക്ഷു പ്രമാണമാവുന്ന പോലെ വിദ്വാന്റെ അനുഭവം പിന്നെ ഇങ്ങനെ പ്രമാണമാവുന്നവിടെ? വിദ്വാന്റെ അനുഭവം ഒരു കാര്യമായി കഴിഞ്ഞില്ലേ? മനസ്സിലായോ? അപ്പം നമ്മൾ പ്രൂഫ് കൊടുക്കുന്ന സ്ഥലത്ത് വിദ്വാനും അനുഭവം ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ, അത്രേ അതിന് പ്രാധാന്യം അവിടെ ഉള്ളൂ. അപ്പൊ ഇനി എങ്ങനെ അന്വയിക്കും? കർത്തവ്യമായിരിക്കുന്ന ധർമ്മത്തിൽ അനുഭവത്തിന്റെ അപേക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ അതെന്താവത്തില്ലായിരുന്നു? പുരുഷാധീന ആത്മലാഭം ആവത്തില്ലായിരുന്നു. പിന്നെ പ്രമാണാധീന ആത്മലാഭമായേനെ എന്നുള്ള ഉദ്ദേശത്തിലാണ് വിപക്ഷ ബാധകമാഹ എന്ന് വന്നത്. അതുകൊണ്ട് അത്രയ്ക്ക് നല്ല പങ്ക്തിയും നല്ലത്. ഓക്കെ, അന്വയിച്ചു കൊണ്ടുപോകണം. ഇത്രയും പടാപ്പാട് നടത്തണം. പിന്നെ പലപ്പോഴും അതൊന്നും ആൾക്കാർ ചെയ്യാറില്ല. വിപക്ഷബാധകമാഹ നിങ്ങൾ ടീക്ക എഴുതുപണി എടുത്തു വയ്ക്കോ, വിപക്ഷബാധകമാഹ എന്ന് എഴുതി വെക്കത്തുള്ളൂ. മനസ്സിലായോ? അത് അറിയായിട്ടൊന്നുമല്ല. ഇത്രയും കാര്യം പറഞ്ഞു തന്ന് ബുദ്ധിമുട്ടുന്നതിനെക്കാട്ടും നല്ലതേ പറയാതിരിക്കുന്നതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോളുക. ഞാൻ എല്ലാ സ്ഥലത്തും ഇത് പറയത്തൊന്നുമില്ല. ബാക്കി നിങ്ങൾ കിടന്ന് ആലോചിച്ചോളുക. പ്രശ്നം പരിവട്ടമുണ്ടെങ്കിൽ നമ്മൾ വിട്ടേച്ചങ്ങ് പോകും. അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല അതിനെ കൊണ്ട്. നിർണയം നടത്തിയാൽ നടത്തിയില്ലെങ്കിലും കണക്ക് തന്നെയാണ്. പിന്നെ കുറച്ച് ബുദ്ധി വ്യായാമം നടത്താന്ന് മാത്രം. ആ ബുദ്ധി വ്യായാമം കൊണ്ട് ഗുണമുണ്ട് കേട്ടോ. കാരണം എല്ലാ സ്ഥലത്തും പങ്ക്തികള് അത്രയും കെട്ടിവെച്ച പങ്ക്തിയാണ്. അതിലൂടെ ആലോചിക്കുന്നതിന് ഇങ്ങനെയൊക്കെ ആവശ്യം വരും. ഇനി നിങ്ങളുടെ 52-ാമത്തെ പേജിൽ ടീക്ക ഫസ്റ്റ് ലൈൻ. ധർമ്മസ്യ സാധ്യത്വം ലൗകിക കർമ്മ ദൃഷ്ടാന്തേന സ്ഫുടയതി. ധർമ്മം സാധ്യമാണ് എന്നുള്ളത് ലൗകിക കർമ്മത്തെ ദൃഷ്ടാന്തീകരിച്ചും കൊണ്ട് സ്ഫുടിപ്പിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. ഭാഷ്യം കണ്ടോ? കർത്തും അകർത്തും അന്യഥാവ കർത്തും ശക്യം ലൗകികം വൈദികം ച കർമ്മ. ടീക്ക നോക്ക്. ലൗകിക വതെന്ന്. അപ്പൊ എങ്ങനെ എണീക്കണം?
ലൗകിക കർമ്മം പോലെ തന്നെ വൈദിക കർമ്മവും എന്നാണ് ഉദ്ദേശിച്ചതെന്നർത്ഥം. കർത്തും ശക്യത്വമായിട്ട് അന്വയിച്ചോ. കർത്തും ശക്യം, ചെയ്യാൻ പറ്റും. അകർത്തും ച ശക്യം, ചെയ്യാതിരിക്കാൻ പറ്റും. സ്വർഗകാമോ യജേത, സ്വർഗത്ത് പോകാൻ യാതൊരു ആഗ്രഹമില്ല. ബാക്കിയുള്ള ആൾക്കാർ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അപ്പോഴേക്ക് പോകാൻ പോലും തോന്നിയില്ല എന്ന് വരും. സ്വർഗ എന്നുള്ള, അതായത് ലോക കൽപ്പനകളില് മറ്റു മതങ്ങളില് സ്വർഗത്തിൽ വരികയുള്ളൂ, അവിടുന്ന് അങ്ങോട്ടേക്കുള്ള ലോകമൊന്നുമില്ല. സ്വർഗം ഇത് പറയത്തില്ലേ, ചില സമ്പ്രദായക്കാർ പറയും ഇതിൽ നിന്ന് ഭോഗം ഉണ്ടാവും മുക്തിയും ഉണ്ടാവും. രണ്ടിനും കൂടി ഒറ്റ കാരനാണിത്. ഒറ്റയ്ക്ക് ചില സമയത്ത് ഇത് എരിവ് ഉണ്ടാവും, ചില സമയത്ത് ഇത് പുളിക്കും, ചില സമയത്ത് ഇത് മധുരം ഉണ്ടാവും. അങ്ങനെയുള്ള ഒറ്റ സാധനമാണ്. ഇവിടെ എങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ സ്വർഗത്തിലേക്ക് കർമ്മമാണ്, ഹിരണ്യഗർഭ ലോകം വരെ പോകണമെങ്കിൽ ഉപാസന ആണ്. പിന്നെയോ ഇത് രണ്ടുമല്ല, കൈവല്യം എന്നുള്ളത് പിന്നെ ജ്ഞാനം കൊണ്ട് മാത്രമാണ്. പക്ഷെ നിങ്ങൾ മറ്റു മതസ്ഥരുടെ സ്ഥിതി എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവർ പറയും സ്വർഗം അറിയാലോ. നിങ്ങൾ പൂർവ്വമീമാംസ നോക്കിക്കഴിഞ്ഞാൽ പൂർവ്വമീമാംസയിൽ ഈശ്വര സിദ്ധാന്തമൊന്നുമില്ല. പക്ഷേ നവീനന്മാർ എത്തുമ്പോഴേക്ക് അതെല്ലാം കൂടി ഈശ്വര സിദ്ധാന്തം കൊണ്ടുവയ്ക്കും. ഇതേപോലെ തന്നെയാണ് മറ്റു മതസ്ഥരുടെയും. പറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് പല സാധനവും ഒരേ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ച് വയ്ക്കുന്നത്. പരമാത്മാവിനെയും കാണണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ്? മുക്തിക്ക് വേണ്ടിയല്ലേ സ്വർഗം പോകുന്നത്. സ്വർഗത്തിൽ അങ്ങനെ മുക്തി കൊടുക്കുന്ന പരിപാടി ഉണ്ടോ? എവിടെയെങ്കിലും എത്തിച്ചേരുന്നതാണോ മുക്തി? പിന്നെ അന്യമതം അവർ എങ്ങനെയും കൈകാര്യം ചെയ്യട്ടെ. ഇവിടെ നോക്കിയോ, കർത്തും ശക്യം, അകർത്തും ശക്യം. ചെയ്യാം, കർമ്മം ചെയ്യാം, ലൗകിക കർമ്മം ചെയ്യാം, ചെയ്യാതിരിക്കാം. അന്യഥാപകർത്തും ശക്യം, കുറച്ച് വഴി തിരിച്ചും ചെയ്യാനും പറ്റും. അവിടെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അല്ലേ? നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യൂലേ? ചിലപ്പോൾ നിയമത്തിനനുസരിച്ചും ചെയ്യൂലേ? ഇന്ന് മൊത്തം നിയമത്തിനനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, വാടാ. അപ്പം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് കുറച്ച് മാറ്റിയും ചെയ്യാം. ടീക്ക നോക്കിയേ, ദൃഷ്ടാന്ത സ്ഫുടയതി. ഈ ഒരു കാര്യത്തിൽ ദൃഷ്ടാന്തം ആദ്യം അവതരിപ്പിക്കുകയാണ്. എന്താ പറഞ്ഞത്? കർത്തും അകർത്തും അന്യഥാവകർത്തും ശക്യം ലൗകികം വൈദികം കർമ്മമാണ്. അപ്പൊ ലൗകിക കർമ്മത്തെ പോലെ വൈദിക കർമ്മവും പല രീതിയിലും ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇത് കർമ്മത്തിന്റെ കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ? ഇത് അത്ര എന്താണ് സിമ്പിളോ അല്ലെങ്കിൽ വേണ്ടാത്തതോ പങ്ക്തിയോ അല്ല. നിങ്ങൾ എല്ലാ സ്ഥലത്തെയും കൊണ്ടുവച്ച് കെട്ടേണ്ട സാധനമാണ്. ജ്ഞാനം എന്നുള്ളത് ഇങ്ങനെയാവാം അങ്ങനെയാവാം എന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മം വികല്പം നേരിടുന്നുണ്ട് പല സ്ഥലത്ത്. ഉത്സർഗമുണ്ട്, അപവാദമുണ്ട്, വികല്പമുണ്ട്, എല്ലാം കർമ്മത്തിൽ വരും. ഇതൊന്നും തന്നെ ജ്ഞാനത്തെ കിട്ടത്തില്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഈ എന്തുകൊണ്ടാണ് ആൾക്കാര് വേദാന്തം കൊണ്ടുവന്നാൽ ഉപാസന കൊണ്ടുവരുന്നത്? ഈ വേദാന്ത വിചാര സ്ഥലത്ത് ഉപാസനയിൽ ഉള്ളതുപോലെ ഒരു ആനന്ദമൊന്നും ഇല്ല, അല്ലെ? ഉപാസകന്മാർക്ക് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായ തന്നെ ഒരു ആനന്ദമില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒന്നും ഇത് മനസ്സിലാവണത്തിന് എത്രയോ ദൂരം പോകണം. അപ്പം മനസ്സിലാക്കാൻ എല്ലാവരും നിങ്ങൾ ശ്രമിച്ചത്. കാരണം നിങ്ങൾ ഇവിടെ ഉപാസനയാണ് ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ വിപരീതമായ എന്റെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. കാരണം നിങ്ങൾ തുടക്കത്തിലെ തോറ്റവരാ. നിങ്ങൾ ആരെയും കുറ്റം പറയല്ല, അവരുടെ മാനസിക അവരെന്നെ ചെക്ക് ചെയ്തു. ഇവിടെ ഒരു തടം പിടിക്കാൻ വലിയ പാടാണിത്. ഏത് സൈഡ് മനസ്സിലാക്കുക. ഇതിനെക്കാട്ടും നല്ലത് എന്താ? ഇത് കേൾക്കുക, ചെയ്യുന്നൊരു ഉപാസന ചെയ്യുക. അതുകൊണ്ടാണ് അവർ പറയുന്നത് ചെയ്യേണ്ടത് ഉപാസനയാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്ന വസ്തു മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അതിൽ നിങ്ങളുടെ മനസ്സിരുത്താൻ പാടാണ്. അതിനെക്കാട്ടും വളരെ ഈസിയാണ് ഉപാസന. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് കയറി വരത്തില്ല. എങ്ങനെ കയറി വരത്തില്ല? വിഷയം മനസ്സിലാക്കിയിട്ട് അതിൽ നിധിധ്യാസനത്തിലേക്ക് വരത്തില്ല. കാരണം എന്താ? അവർ ആദ്യമേ ഉപാസനയിലേക്ക് കയറി. പിടികിട്ടുന്നുണ്ടോ സംഭവങ്ങൾ? മാനസികമായിട്ട് അവരുടെ തലത്തിൽ നിന്ന് ആലോചിച്ചു ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പങ്ക്തി വിട്. അപ്പോൾ സുഖകരമായ റൂട്ടല്ലേ നല്ലത്? ആഹാ, എന്തൊരു ആനന്ദം പരിപാടിയാണത്. ഇതിവിടെ ഇല്ല. കാരണം ഈ സ്ഥലത്ത് പക്ക ബ്രെയിൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉപമർദ്ദനാദി ചേത് ബുദ്ധി, മർദ്ദനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധ്യാതാസോനത്ത് സപ്തവിധന. അവൻ ധ്യാതാവാണ്. പക്ഷെ അതല്ല, ഇവിടെയും ഒരു കണക്കിന് ബുദ്ധിമർദ്ദനമാണ്. ഇത് വസ്തുവിനെ അറിയാൻ വേണ്ടിയുള്ള ബുദ്ധിമർദ്ദനമാണ്. മറ്റേ അത് ഉപാസന എന്നുള്ളത് ഒരു സ്ഥലത്ത് ബുദ്ധിയെ മർദ്ദിച്ചിരുത്തുകയാണ്, എങ്ങോട്ടും പോകാൻ വിടാതെ. ഇവിടെ അതല്ല, പങ്ക്തിക്കനുസരിച്ച് ചിന്തിച്ചിട്ട് മനസ്സിലാക്കലാണ്. ഇവിടെ ഒരു ആനന്ദം ഉണ്ടാകത്തില്ല വസ്തു മനസ്സിലാക്കുന്ന സ്ഥലത്ത്. അവിടെ എന്ത് മനസ്സിലാക്കിയാണ് ഓക്കെ, ഏത് കല്ലും കൂട്ടത്തിലും മനസ്സ് ഇരുത്തിയാലും മനസ്സിന് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ശാന്തത ഉണ്ടാവും. ഇനി നോക്കിയോ, യഥാ അശ്വേന ഗച്ഛതി പദ്ഭ്യാം വാ നവാ ഗച്ഛതി. ഒരാൾക്ക് പോകണം, എങ്ങോട്ടെങ്കിലും യാത്രയുണ്ട്. എങ്ങനെ പോകാം? കുതിരപ്പുറത്ത് കയറി പോകാം. അല്ലെങ്കിലോ കുതിര ഇല്ലായിരുന്നു, കുതിര മേയാൻ പോയതാണെങ്കിലോ നടന്നു പോകാം. പദ്ഭ്യാം വാ. വേറെ ഏതെങ്കിലും. പിന്നെയോ നവാ ഗച്ഛതി, പോണ്ടാന്ന് വിചാരിക്കാം.
ഇതെന്തുകൊണ്ടാ? പുരുഷന് അധീനമായത് കൊണ്ടാണ്. മനസ്സിലായോ? പുരുഷന് അധീനമായിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അതിനെ മാറ്റിമറിക്കുകയും ചെയ്യാം. കർമ്മങ്ങളെല്ലാം പുരുഷാധീനമാണ്. ജ്ഞാനം പുരുഷാധീനമല്ല എന്നുള്ളതിനാൽ എന്റെ ഗുരു ഇങ്ങനെ പറഞ്ഞിട്ട് നടക്കൂല. അവിടെയാണ് പ്രശ്നം. മനസ്സിലായോ? ശാസ്ത്രവിരുദ്ധമായിട്ട് ഞാൻ ആരാണെന്നോ നീ ആരാണെന്നോ എന്റെ അപ്പൻ ആരായിരുന്നോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാര്യം നടക്കൂല. ഇനി ടീക്ക കണ്ടോ? ദാഷ്ടാന്തികമാഹ, ദൃഷ്ടാന്തം പറഞ്ഞിട്ട് ദാഷ്ടാന്തികം പറയാണ്, ഭാഷ്യം കാണുക. തഥാ അതിരാത്രി ഷോഡശനം ഗൃഹാതി നാതിരാത്രി ഷോഡശനം ഗൃഹാതി. അതിരാത്രം അനേക ഋത്തിക്കുകൾ ചേർന്നിരിക്കുന്ന അനേക ദിവസത്തെ കർമ്മമാണ് ഈ അതിരാത്രം. അവിടെ പാത്രത്തിന്റെ പേരാണ് ഷോഡശി, ഷോഡശിനി, ഷോഡശിൻ, ഷോഡശിനം ഗൃഹാതി, ഷോഡശി, ഷോഡശിനോ, ഷോഡശിനഹ. ഷോഡശി പാത്രത്തെ ഗ്രഹിക്കാം, വേണ്ടെങ്കിൽ ഗ്രഹിക്കണ്ട. ഇത് ചെയ്യുന്നവന്റെ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ. ഇനി ടീക്ക നോക്കൂ ഇവിടെ. തദ്വത് ധർമ്മസ്യ കർത്തും അകർത്തും ശക്യത്വമുക്തോ അന്യഥാ കർത്തും ശക്യത്വമാഹ. ദൃഷ്ടാന്തം പോലെ തദ്വത് നടത്തും. ദാഷ്ടാന്തിക സ്ഥലത്തും ധർമ്മത്തിന്റെ കാര്യത്തിലും ചെയ്യാം, കർമ്മം ചെയ്യാം. ധർമ്മം എന്നുള്ളത് കർമ്മമാണ്. ചെയ്യാം, ചെയ്യാതിരിക്കാം, ഈ രണ്ട് കാര്യം പറഞ്ഞ ശേഷം അന്യഥാ കർത്തും ശക്യം, വേറെ രീതിയിലും ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കുകയാണ്. ഭാഷ്യം കണ്ടോ? ഉദിതേ ജുഹോതി അനുദിതേ ജുഹോതി. ഉദിതേ സതി, ഉദയത്തിന് ശേഷം ജുഹോതി, ഹവനം നടത്തുക. ഇത് ആരാണോ അനുഷ്ഠിക്കുന്നത് അവരെല്ലാ ദിവസവും ഉദയത്തിന് ശേഷമാണ് ചെയ്യേണ്ടത്. അനുദിതേ ജുഹോതി എന്ന് പറഞ്ഞാൽ ഉദയത്തിന് മുന്നേ ഹവനം നടത്തുക. ഇത് നേരത്തെ എഴുന്നേറ്റാൽ ഉദയത്തിന് മുന്നേയും നേരം വഴി എഴുന്നേറ്റാൽ ഉദയത്തിന് ശേഷവും എന്ന് ചെയ്യാൻ പറ്റത്തില്ല. ടീക്ക, ഇത് നിശ്ചിത വികല്പമാണ്. ടീക്ക കണ്ടോ? ധർമ്മസ്യ സാധ്യത്വം ഉപപാദ്യ തത്ര വിദ്യാദി യോഗ്യതാമാഹ. ധർമ്മം സാധ്യമാണ്. ഏതാ സാധ്യമല്ലാത്ത വസ്തു ഇവിടെ ഇപ്പോ? അപ്പൊ നോക്കിയോ, ഭാഷ്യത്തില് വിധി നിഷേധാശ്ച അർത്ഥമന്തഃ സ്യുഹു വികല്പ ഉത്സർഗ അപവാദാശ്ച. എവിടെ? ധർമ്മത്തിന്റെ കാര്യത്തിൽ വിധിയും പ്രതിഷേധവും, അത്ര എന്ന് പറഞ്ഞ ധർമ്മ എന്ന അർത്ഥമാണ്. അത്ര ധർമ്മേ വിധി നിഷേധാശ്ച അർത്ഥവന്തഃ സ്യുഹു. ഈ ധർമ്മത്തിന്റെ കാര്യത്തിൽ, കർമ്മത്തില് വിധിയും അർത്ഥവത്താണ്, നിഷേധവും അർത്ഥവത്താണ്. ഇത് കാര്യം ആയതുകൊണ്ടാണ്. സാധ്യവസ്തു അല്ലാത്ത സിദ്ധവസ്തു ആയിരുന്നു എങ്കിൽ അവിടെ വിധിയുമില്ല, നിഷേധമൊന്നും സംഭവിക്കത്തില്ല. ടീക്കനെ കണ്ടോ? വിധി പ്രതിഷേധാശ്ച വികൽപാദയശ്ച ധർമ്മേ സാധ്യേ യേ അർത്ഥവന്തഃ സാവകാശാഃ ഭവന്തി തേ ബ്രഹ്മണ്യഭി സ്യുരിത്യർത്ഥഃ. വിധി, ഇതിന്റെ വിപരീതം എന്തായിരിക്കും? പ്രതിഷേധം. പിന്നെ എന്ത് വരും? എല്ലാം ഡീറ്റെയിൽ തരട്ടോ. വികല്പ ഉത്സർഗം എല്ലാം ഡീറ്റെയിൽ ഇപ്പം വരും. വികൽപാദയശ്ച ധർമ്മേ സാധ്യേ യേ അർത്ഥവന്തഃ. അർത്ഥവന്തയ്ക്ക് അർത്ഥം പറയാണ് സാവകാശാഃ, അവകാശമുള്ളവയാകുന്നു. എപ്രകാരം വിധിയും നിഷേധവും ഉത്സർഗവും അപവാദവും വികല്പങ്ങളും എല്ലാം തന്നെ സാധ്യമായിരിക്കുന്ന കർമ്മത്തിൽ, ധർമ്മം എന്ന് ഉദ്ദേശിച്ച കർമ്മമാണ്. ഇത് 2 ക്ലാസ് മുന്നേയും പറഞ്ഞതാണ്. എന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെ തലക്കെത്തില്ല ധർമ്മത്തിന്റെ അർത്ഥം എന്താ. ധർമ്മം എന്ന് പറഞ്ഞാല് കർമ്മമാണ്. ഇങ്ങനെ ഇരിക്കുന്ന കർമ്മത്തിൽ സാവകാശങ്ങൾ ഉള്ളവയാകുന്നു വിധി നിഷേധാദികൾ എന്നുള്ളത് കൊണ്ട് ആപത്തിയാണ് പറയുന്നത്. സിദ്ധാന്തി തന്നെയാണ് ആപത്തി പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനൊരു ദോഷം കൂടി വന്നേനെ സമാനത പറഞ്ഞിരുന്നു എങ്കിൽ. എവിടെ, എന്ത് വെച്ചിട്ട് സമാനത? വേദാർത്ഥമായതിനാൽ, ധർമ്മം വേദാർത്ഥമായതുപോലെ ബ്രഹ്മവും ആകുന്നത് കൊണ്ട് സമാനത ഉണ്ടെങ്കിൽ വിധി നിഷേധാദികളും ധർമ്മമായിരിക്കുന്ന സിദ്ധവസ്തുവിൽ വന്നേനെ എന്നാണ് ആപത്തി. ഇന്നലത്തെ ക്ലാസിന്റെ അവസാന ഭാഗമാണ്. അതിനെയാണ് ഇവിടെയും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളൂ. തേ ബ്രഹ്മണ്യപി സ്യുഹു, ബ്രഹ്മത്തിലും ഉണ്ടായേനെ. ഉണ്ട് എന്നല്ല, ഉണ്ടായേനെ എന്നുള്ള ആപത്തിയാണ് സിദ്ധാന്തിയുടെ വക. യചേത ന സുരാം പിപേത് ഇത്യാദിയോ വിധി നിഷേധാഹ. എന്താണ് വിധി? സ്വർഗകാമോ യചേത എന്നുള്ളത് വിധി. ന സുരാം പിപേത്, മദ്യപാനം ചെയ്യരുത് എന്നുള്ളത് നിഷേധം. വ്രീഹിഭിർ യവേർവാ യചേത ഇത് സംഭാവിതോ വികൽപ. ഗ്രഹണാഗ്രഹണയോർ ഐച്ഛിക വികൽപ എന്ന് കൂടി ചേർത്തുകൊള്ളുക. വ്രീഹി കൊണ്ടോ അല്ലെങ്കിൽ യവം കൊണ്ടോ യാഗം നടത്താം. ഇതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഏത് കാലത്ത് ഏത് കിട്ടുമോ, അതുകൊണ്ട് ആ സംഭാവിതോ വികൽപ എന്ന് പറഞ്ഞത്. എല്ലാ കാലത്തും യവം കിട്ടണമെന്നില്ല, എല്ലാ കാലത്തും വ്രീഹി കിട്ടണമെന്നില്ല. ഏത് കാലത്ത് ഏത് കിട്ടുമോ അതിനനുസരിച്ച് യാഗം നടത്തിക്കോ. വ്രീഹി ആണെങ്കിലും കൊള്ളാം, യവ ആണെങ്കിലും കൊള്ളാം. ദേവന്മാർക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ.
അവർക്ക് വേണ്ടിയാണല്ലോ ഇത്തരം കഷ്ടപ്പാട്. ഇനി ഗ്രഹണാഗ്രഹണയോർ ഐച്ഛിക വികല്പ. ഈ അതിരാത്ര കർമ്മത്തിലെ ഷോഡശി പാത്ര ഗ്രഹിക്കുക അഥവാ ഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, യജമാനന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതുകൊണ്ട് ഐച്ഛിക വികല്പം എന്ന് പറഞ്ഞത്. ഉദിത അനുദിത ഹോമയോർ വ്യവസ്ഥിത വികല്പ. ഉദിതാനുദിത ഹോമസ്ഥലത്ത് വികല്പമുണ്ട്, പക്ഷെ അത് വ്യവസ്ഥിതമായിരിക്കുന്ന വികല്പമാണ്, ഐച്ഛികമല്ലെന്നർത്ഥം. ഇഷ്ടത്തിനനുസരിച്ച് ചില ദിവസം വൈകിട്ട് അതായത് ഉദിച്ച ശേഷം ചില സമയത്ത് ഉദിച്ചതിന് മുന്നേ, ഉദയത്തിന് മുന്നേ എന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്നർത്ഥം. നഹിസ്യാദ് ഇത് ഉത്സർഗ. ഉത്സർഗം എന്ന് പറഞ്ഞാല് സാമാന്യ വിധിയാണ് ഉത്സർഗം. ടീക്കേ. പ്രകൽപ്പിച്ച അപവാദ വിഷയം തഥ ഉത്സർഗ അഭിനിവേശത എന്ന് പറയും. സാമാന്യ വിഷയം പ്രവേശിക്കുന്നത് അപവാദത്തെ ഒഴിവാക്കിയിട്ട സ്ഥലത്തായിരിക്കും. അഗ്നിശോമീയം പശുമാലഭേദ ഇത് അപവാദ. സാമാന്യ വിധിയാണ് ഒരു ജന്തുവിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ അഗ്നിശോമീയമായിരിക്കുന്ന പശുവിനെ ആലപനം ചെയ്യാം എന്ന് പറഞ്ഞാൽ കൊല്ലാം എന്നുള്ളത് അപവാദ വിധിയാകുന്നു. ഈ സ്ഥലത്ത് ആ പശുവിനെ, അഗ്നിശോമീയ പശുവിനെ, കോലാടിനെ വധം നടത്താം എന്ന് പറഞ്ഞാല് ഈ ശ്ലോകം തന്നെ നാഹിംസ സർവഭൂതാനി അന്യത്ര തീർത്ഥേഭ്യ എന്ന മൊത്തം. ഒരു ജീവനെയും കൊല്ലാൻ പാടില്ല, തീർത്ഥങ്ങളിൽ നിന്ന് ഒഴിച്ചു എന്ന് പറഞ്ഞ തീർത്ഥം എന്ന് ഉദ്ദേശിച്ച യാഗസ്ഥലമാണ്. അപ്പൊ യാഗത്തില് പശുവിനെ ആലപനം നടത്താമെന്ന് വിധിയുണ്ട്. ടീക്കേ. തഥാ അഗ്നിശോ ആവഹനീയ ജുഹോതി ഇത് ഉത്സർഗ. അശ്വസ്യ പദേ പദേ ജുഹോതി ഇത് അപവാദി വിവേക. ഇനി അടുത്ത ഉത്സർഗവും സാമാന്യ വിധിയും അപവാദ വിധിയും കാണിച്ചു തരികയാണ്. ആഹവനീയ ജുഹോതി. ഹവനം നടത്തേണ്ടത് എവിടെയാ? ആഹവനീയ അഗ്നിയില്. ഇത് സാമാന്യ വിധി മാത്രമാണ്. പക്ഷേ സോമലത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിനെ കൊടുക്കുന്നുണ്ട്? പശുവിനെ കൊടുക്കുന്നുണ്ട്. ആ പശുവിന്റെ ഓരോരോ പദത്തിലും ഹവനം ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് അശ്വസ്യ പദേ പദേ ജുഹോതി. ഇത് ആഹവനീയ ജുഹോതി എന്നുള്ളതിന്റെ അപവാദമാണ്. ഇവിടെ പദത്തിലാണ്, പദചിഹ്നത്തിലാണ്. പദചിഹ്നത്തില് ഹവനം മാത്രം, വലിയ ഹവനമൊന്നും അല്ലത്. അപ്പോൾ ആദ്യത്തെ ഈ ആഹവനീയ അഗ്നിയിലെ ഹവനത്തിനെ മറികടന്നിട്ട് പദത്തിലെ ഹവനം വിധിക്കുന്ന സ്ഥലത്ത് അത് ഉത്സർഗത്തെയും കടന്നിട്ട് അപവാദമായി മാറും. ഏതേ ബ്രഹ്മണസ്യൂർ ഇത് ഇഷ്ടാപത്യം വാരയതി. ഇതെല്ലാം തന്നെ ബ്രഹ്മണസ്യു. ബ്രഹ്മണസ്യു എന്ന് ഉദ്ദേശം എന്താണ്? ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്ന കുട്ടികളെ പങ്ക്തി മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ ഇവർ ഉപയോഗിക്കുന്ന ബുദ്ധി സങ്കേതങ്ങൾ പിടിച്ചെടുക്കുക, എങ്കിൽ മാത്രമേ വേദാന്തം മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. സിദ്ധേ വസ്തുനി എന്നാ ഉദ്ദേശിച്ചത്. സാധ്യം ഒന്ന് ഒഴിവായി കഴിഞ്ഞാൽ മറ്റൊന്നുള്ളത് സിദ്ധവസ്തുവാണ്. ആരോട്? നിങ്ങൾ ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിനെ വെച്ചിട്ട് ഇത് പഠിക്കരുത്. ഇത് വേറൊരു സ്റ്റൈലിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ. ബ്രഹ്മണി സിദ്ധേ വസ്തുനി സ്യുഹു. സിദ്ധവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തിലും ഇതെല്ലാം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ആപത്തി. പക്ഷെ അതിനെ വാരണം നടത്തുകയാണ് സിദ്ധാന്തിനി. ഇനി സിദ്ധാന്തിയുടെ ഭാഗം കണ്ടോ? നതു വസ്തു ഏവം നൈവം അസ്തി നാസ്തി ഇതി വാ വികൽപ്യതേ. വസ്തു ന വികൽപ്യതേ. വസ്തു വികല്പത്തിന്റെ വിഷയമാവുന്നില്ല. വികല്പം എങ്ങനെയാണ്? ഏവം ഇപ്രകാരമാണ്, നൈവം ഇങ്ങനെയല്ല, അസ്തി ഉണ്ട്, നാസ്തി ഇല്ല എന്നുള്ളതൊന്നും എവിടെ ബാധിക്കത്തില്ല? വസ്തുവിനെ ബാധിക്കത്തില്ല. വസ്തു ഏതാണോ അത് അങ്ങനെ തന്നെയാണ്. അല്ല, നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെയല്ലല്ലോ തോന്നാറ്. അത് വസ്തുവിന്റെ തകരാറല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. വസ്തു എന്താണോ വസ്തു അങ്ങനെ തന്നെയായിരിക്കും. ഇതിന്റെ ഡീറ്റെയിൽ വന്നാലും മനസ്സിലാകത്തുള്ളൂ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ടീക്ക കണ്ടോ? ഇവിടെ എങ്ങനെയാണെന്ന് വരുന്നത്? ടീക്ക ഏതേ ബ്രഹ്മണി സ്യൂരിതി ഇഷ്ടാപത്യം വാരയതി ന ഇത്യാദിന ഭൂതവസ്തു വിഷയത്വാദിത്യന്തേന. ഇവിടം വരെയുള്ള സാധനം. അതിന്റെ ഇടയിൽ ഒരു ദണ്ഡയൊക്കെ എടുത്ത് കളയണം ശരിക്കും. കാലാകാലങ്ങളായിട്ട് പ്രിന്റ് അതിനെ തന്നെ കൊണ്ടുപോകത്തുള്ളൂ. ഇനി ടീക്ക തന്നെ. ഇതം വസ്തു ഏവം. ശരിക്കും വസ്തുവിന് ശേഷം കോമ വേണ്ട. ഇതം വസ്തു ഏവം. ഈ വസ്തു ഇപ്രകാരമുള്ളതാകുന്നു. വേറെ ആള് പറയാണ് നൈവം അങ്ങനെയല്ല. ചിലര് പറയാണ് ഇത് ഘടമാകുന്നു, ഘടഹ. അല്ല, ചിലർ പറയാ അല്ല അല്ല, പട്ടോ പട്ടഹ. ഇതി പ്രകാര വികൽപ. അസ്തിനാസ്തി വൈദി സത്താസ്വരൂപ വികൽപ. ഒന്ന് സത്ത, ഒരു വസ്തുവിന്റെ അസ്തിത്വത്തിന്റെ കാര്യത്തിൽ വികല്പമാണ്, ഉണ്ട് ഇല്ല എന്നുള്ളത്. ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. പക്ഷെ വസ്തു സിദ്ധിച്ച ശേഷം വസ്തുവിന്റെ സ്വരൂപത്തിൽ ഉണ്ടായിരിക്കുന്ന വികല്പമാണ് ഇവിടെ പ്രകാര വികല്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഘട്ടമാവാം, പട്ടമാവാം. ടീക്കേ. ധർമ്മത്തിന്റെ കാര്യത്തിലെ വികല്പമാണ് ഇവിടെ പ്രകാര വികല്പം എന്ന് പറഞ്ഞത്. സ്വരൂപത്തിന്റെ കാര്യത്തിലെ വികല്പമാണ് സത്താ വികല്പം എന്ന് പറഞ്ഞിട്ട് അസ്തി നാസ്തി എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. നനു വസ്തുന്യപി ആത്മാതോ വാദിനാം അസ്തി നാസ്തി ഇത്യാദി വികല്പ ദൃശ്യന്ത്. അല്ല, നിങ്ങൾ ഈ പറഞ്ഞതേ വസ്തുവിന്റെ കാര്യത്തിൽ വികല്പമില്ല. വികല്പം എവിടെയാണ് ഉണ്ടായിരുന്നത്?
വേഗം പറ. ധർമ്മത്തില്. കർമ്മത്തിലാണ് വികല്പം ഉണ്ടായിരുന്നത്. കർമ്മം എന്തുകൊണ്ടാണ് വികല്പിതമാവുന്നത്? പുരുഷതന്ത്രമായതുകൊണ്ട്. പുരുഷരാജ്ഞിയുടെ പുരുഷതന്ത്രമായതുകൊണ്ട് ആ അത് എന്തായി? വികല്പം വരാൻ സാധ്യതയുണ്ട്. വികല്പങ്ങൾ വരാം. പുരുഷതന്ത്രമാവാൻ കാരണം എന്തായതുകൊണ്ടാ? സാധ്യമായതുകൊണ്ടാണ്. സാധ്യവസ്തു പുരുഷതന്ത്രമായിട്ടിരിക്കും, അവിടെ വികല്പങ്ങൾ സംഭവിക്കാം. സിദ്ധവസ്തു പുരുഷതന്ത്രമാവത്തില്ല, അവിടെ വികല്പം സംഭവിക്കത്തില്ല. ഇതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ തിയറി. പക്ഷെ ഇത് ഇവിടെ വെച്ചിട്ടില്ല. ഇത് മനസ്സിലായാൽ ബാക്കി ഒരു ഉദ്ദേശകാര്യ സിദ്ധി നടക്കും. ഇത് മനസ്സിലായിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇനി എന്താ? ഞാൻ അപ്പം പറയാണ്, വസ്തുവായിരിക്കുന്ന ആത്മാവിലും വാദികൾക്ക് വിപ്രതിപത്തി ഉണ്ടല്ലോ. ചിലർ പറയും വ്യാപകനായിരിക്കുന്ന ആത്മാവുണ്ട്, ചിലർ പറയും അങ്ങനത്തെ ഒരു വസ്തു ഇല്ല എന്ന്, ആത്മാവേ ഇല്ല എന്നും ചിലർ പറയും. ചിലരെന്താ പറയാ? ദേഹമാണ് ആത്മാ. അപ്പൊ ഇങ്ങനൊരു വികല്പം ഉണ്ടല്ലോ. ഇതാണ് നനു വസ്തുന്യപി ആത്മാദോ വാദിനമസ്തി ഇത്യാദി വികല്പാ ദൃശ്യന്തേ. വസ്തുവായിരിക്കുന്ന ആത്മാദികളിലും, ആത്മാ, ജഗത്ത്, ഈശ്വരൻ ഇത്യാദികളിൽ പോലും ഉണ്ട് ഇല്ല എന്നുള്ള രീതിയിലുള്ള സ്വരൂപത്തിന്റെ കാര്യത്തിലും പ്രകാരത്തിന്റെ കാര്യത്തിലുള്ള വികല്പങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിനുത്തരം പറയാണ് ഭാഷ്യകാരൻ. ഭാഷ്യം നോക്കിയേ. വികൽപ്പനാസ്തു പുരുഷ ബുദ്ധി അപേക്ഷാഹ. സകല വികല്പനങ്ങളും പുരുഷന്റെ ബുദ്ധിക്ക് അപേക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ പ്രശ്നം, വസ്തു അങ്ങനെയായിരുന്നെങ്കിൽ വികല്പം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷെ വസ്തുവിലും വികല്പം കാണുന്നുണ്ട് എന്നുള്ള അടുത്ത സ്റ്റെപ്പാണ്. ആദ്യം എന്തായിരുന്നു? ധർമ്മം പുരുഷതന്ത്രമായതിനാൽ അവിടെ വികല്പം കാണാം, വസ്തു പുരുഷതന്ത്രമായതിനാൽ അവിടെ വികല്പം കാണാൻ പാടില്ല. പക്ഷെ ആത്മവസ്തു പുരുഷതന്ത്രമല്ലാഞ്ഞിട്ട് പോലും വികല്പം കാണുന്നുണ്ടല്ലോ. പറയണം അത് പുരുഷന്റെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുകയാണ്. അവിടെയാണ് ചിലർ പറയുന്നത് തെക്കോട്ട് നോക്കിയിരുന്നാൽ വടക്കോട്ട് നോക്കിയിരുന്നാൽ ആത്മാവിനെ കിട്ടുന്ന പറയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഗുരുക്കന്മാര് പറഞ്ഞു വെച്ച സാധനമാണത്. അവിടെയാണ് ഇനി ചിന്തനം വരുന്നത്. എന്ത് ചെയ്യും ഇപ്പൊ എന്നുള്ളതാണ്. പറയണം വസ്തുവിന് ഒരിക്കലും സ്വഭാവം മാറത്തില്ല, വസ്തു തന്റെ സ്വരൂപത്തിൽ ഇരിക്കത്തുള്ളൂ. പിന്നെ വികല്പങ്ങളോ, അത് പുരുഷന്റെ ബുദ്ധിക്ക് അപേക്ഷിച്ചതായിരിക്കുന്നത്. ടീക്ക. അസ്തിത്വാദി കോടിസ്മരണം പുരുഷ ബുദ്ധി തന്മൂലാ മനസ്പന്ദിത മാത്രാഹ സംശയ വിപര്യ വികൽപാഹ ന പ്രമാരൂപാഹ ഇത്യക്ഷരാർത്ഥഃ. അസ്തി നാസ്തി ഇത്യാദി കോടി എന്ന് ഉദ്ദേശിച്ചത് വിഭാഗമാണ്. അസ്തിത്വാദി കോടി സ്മരണം പുരുഷ ബുദ്ധി, പുരുഷന്റെ ബുദ്ധിയാണ് ഇവിടെ ഇപ്പോൾ അസ്തിത്വാദികളുടെ സ്മരണം. എന്നിട്ടോ തന്മൂലാഹ, ആ ഒരു സംസ്കാരം ഉള്ളത് കൊണ്ടാണല്ലോ സ്മരിക്കുന്നത്. അതിൽ നിന്ന് മനസ്പന്ദിത മാത്രാഹ സംശയ വിപര്യ വികൽപാഹ, ആ ഇവിടെ ഇപ്പോൾ സ്മരണം എന്നുള്ളതിന് ശരിക്ക് നേരിട്ട് സ്മരണാർത്ഥം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അനുഭവം എന്ന് അർത്ഥം എടുത്താലും മതി. പുരുഷബുദ്ധി പുരുഷന്റെ അനുഭവം എന്നുള്ളതാണ്. ആ പുരുഷൻ ഇവിടെ ഓരോരോ ഗുരുക്കന്മാരുടെ കേൾക്കുന്നതാണല്ലോ. എങ്ങനെ? ആത്മ അനേകമുണ്ട്. ചില ഗുരുക്കന്മാരോട് ചോദിച്ചു എല്ലാവരും എന്തുകൊണ്ടാ സന്യാസിമാരാവാത്തതെന്ന്. അപ്പൊ അവര് പറയും ഈശ്വരൻ അങ്ങനെ ചിന്തിച്ചാൽ അങ്ങ് ആയിക്കോളൂ. അവരൊരിക്കലും തിരിച്ചു പറയത്തില്ല ആയിട്ടിപ്പോ എന്ത് കാര്യമാണ്, ഏത് ജഗത്തിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ലെവലിനനുസരിച്ച് അവർ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രമാണത്. അപ്പം പുരുഷ ബുദ്ധിയിൽ നിന്ന് എന്ത് സംഭവിക്കുക? തന്മൂല മനസ്പന്ദിത മാത്ര സംശയ വിവരി വികൽപാഹ. ഈ പുരുഷന്റെ, അതുകൊണ്ടാണ് ഞാൻ ഈ അടുത്ത സ്റ്റെപ്പ് എന്താ അവർ പറഞ്ഞത്? തന്മൂല, ഈ സ്മരണം മൂലമായിട്ട് മനസ്പന്ദനം മാത്രമാണ് സംശയ വിവര വികൽപ്പങ്ങൾ. അപ്പോൾ സംശയം ഉണ്ടാവാം. ഏത്? ആത്മ ഏകമാണോ അനേകമാണോ? വിപര്യം ഉണ്ടാവാം, എന്ന് പറഞ്ഞ ഭ്രമം ഉണ്ടാവാം. ആത്മ ഇങ്ങനെയല്ല, ശരീരപരിച്ഛിന്നനാണ് ആത്മ എന്നുള്ള ഭ്രമം ഉണ്ടാവാം. ഇങ്ങനെ ഇരിക്കുന്ന വികല്പങ്ങൾ പ്രമാരൂപങ്ങളല്ല, ന പ്രമാരൂപാഹ. ടീക്ക്. പക്ഷെ അവിടെ നമുക്ക് പങ്ക്തി അതല്ല വേണ്ടത്, കോടി സ്മരണത്തിന് ശേഷമുള്ള പ്രസംഗമാണത്. അപ്പോൾ ആദ്യം അനുഭവമാണ്. അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ സ്മരണം നടക്കത്തുള്ളൂ. ആ സ്മരണത്തിൽ നിന്നാണ് അടുത്ത സംശയ വിപര്യങ്ങൾ വരുന്നത്. ഇത്രയും വലിച്ചിട്ടേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് സംശയ വിപര്യാദികൾ സംഭവിക്കുന്നുണ്ട് ആത്മസത്തയുടെ കാര്യത്തില്. അവിടെ നമ്മൾ പരമ്പരയായിട്ട് ആത്മാവിന്റെ അസ്തിത്വത്തിന്റെ കാര്യത്തില് പല രീതിയിൽ ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഗുരുക്കന്മാരുടെ കൃപ കൊണ്ട് നമ്മൾ പല വഴിക്ക് പോയ ആൾക്കാരാണ്. അതിൽ നിന്നാണ് നമ്മൾ ആത്മാ അസത്താണെന്നും സത്താണെന്നും സത്തിൽ തന്നെ മതഭേദവും കൊണ്ടുവെക്കുന്നത്. വസ്തുവിന്റെ കാര്യത്തിൽ ഒരു ഭേദവും സംഭവിക്കത്തില്ല. അപ്പോൾ എന്ത് പറ്റി? ഇനിയാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത്.
പ്രമാണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തദ്വിഷയക ജ്ഞാനം പ്രമേയോത്പന്നമാവും. നോക്കിയോ, ഇനിയിപ്പോൾ ആദ്യത്തെ ഇതിലേക്ക് കഴിഞ്ഞോ. ധർമ്മത്തിന്റെ കാര്യത്തിൽ വികല്പം സംഭവിക്കും, സിദ്ധവസ്തുവിന്റെ കാര്യത്തിൽ വികല്പം സംഭവിക്കത്തില്ല. പക്ഷെ അവിടെ പോലും വികല്പം സംഭവിക്കണമെങ്കിൽ പുരുഷന്റെ കൽപ്പന കൊണ്ട് മാത്രമാണ്. എന്ന് പറഞ്ഞാല് പുരുഷൻ ഇതുവരെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പിന്നെയും അവൻ ജഗത്തുള്ളതാണെന്നും ഞാൻ ഇങ്ങനെയാണെന്നും ഒക്കെ അങ്ങ് ചിന്തിച്ചു വെക്കും, സ്മരിക്കും, വിപര്യം ഉണ്ടാവും. അവിടെ ആരാണോ പ്രമാണത്തെ ഉപയോഗിക്കുന്നത് അവന് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവും. അയം ഭാവ, ഇതിന്റെ അർത്ഥം പറയാണ്, ധർമ്മോ ഹി യഥാ യഥാ ജ്ഞായത്തെ തഥാ തഥാ കർത്തും ശക്യത്തെ ഇതി യഥാശാസ്ത്രം പുരുഷബുദ്ധ്യപേക്ഷാ വികൽപാഹ സർവേ പരമാരൂപായ ഭവന്തി തത്സാമ്യേന ബ്രഹ്മണ്യപി സർവവികൽപാഹ യഥാർത്ഥാഹ സ്യുരുത്തി. ഇതാണ് ആശങ്കയാണ്. ധർമ്മോ ഹി യഥാ യഥാ ജ്ഞായത്തെ തഥാ തഥാ കർത്തും ശക്യത്തെ. യാഗത്തിന്റെ കാര്യത്തിൽ യാഗാദികളായിരിക്കുന്ന കർമ്മത്തെയാണ് നമ്മളിപ്പോൾ ധർമ്മം എന്ന് പറയുന്നത്. ഇവയൊക്കെ എപ്രകാരം അറിയപ്പെടുന്നുവോ അപ്രകാരം നമ്മൾക്ക് അനുഷ്ഠാനം ചെയ്യാൻ പറ്റും. ശക്യത കർത്തും ശക്യതയുള്ള അനുഷ്ഠാനം ചെയ്യാൻ പറ്റും. ഇത് യഥാശാസ്ത്രം പുരുഷബുദ്ധ്യപേക്ഷ വികൽപ സർവേ പ്രമാരൂപ ഭവന്തി. ശാസ്ത്രാനുസൃതമായിട്ട് പുരുഷബുദ്ധ്യപേക്ഷാ വികൽപാഹ, പുരുഷന്റെ ബുദ്ധിക്ക് അപേക്ഷിച്ചിട്ടാണ് വികല്പങ്ങൾ ഉള്ളത് ഇവിടെ ഇപ്പോൾ. ഏത് കർമ്മസംബന്ധിയായിരിക്കുന്ന വികല്പങ്ങൾ. പക്ഷെ അവിടെ പ്രമാണമായിട്ട് എന്ത് വരുന്നുണ്ട്? ശാസ്ത്രം വരുന്നുണ്ട്. അതുകൊണ്ടാണ് യഥാശാസ്ത്രം. യഥാശാസ്ത്രം എന്ന് പറഞ്ഞാല് ശാസ്ത്രം അനധിക്രമ്യ യഥാശാസ്ത്രം. ശാസ്ത്രാനുസൃതമായിരിക്കുന്ന വികല്പങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ശാസ്ത്ര അനുസൃതമായ വികല്പവും ശാസ്ത്ര അനുസാരി അല്ലാത്ത വികല്പങ്ങളും ഉണ്ട്. യാഗത്തിന്റെ കാര്യത്തിൽ ശാസ്ത്രമാണ് പ്രമാണം എന്നിരിക്കെ അവിടെ നമ്മൾക്കുണ്ടാകുന്ന വികല്പങ്ങൾ പോലും ശാസ്ത്രീയമായിരിക്കുന്ന വികല്പങ്ങളാണ്. പുരുഷ ബുദ്ധിയപേക്ഷ വികല്പാഹ പ്രമാരൂപങ്ങൾ തന്നെയാണ്. പ്രമാ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ബ്രഹ്മസ്വരൂപം അല്ലത്. അപ്പൊ ബ്രഹ്മജ്ഞാനമാണോ പ്രമാസ്വരൂപം? അല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കർമ്മത്തിന്റെ വികല്പജ്ഞാനങ്ങളാണോ പ്രമാസ്വരൂപം? രണ്ടും പ്രമാസ്വരൂപം തന്നെയാണ്. രണ്ട് സ്ഥലത്താണ് അപേക്ഷിക്കുന്നത് മാത്രം. ഇതിന്റെ അപ്ലൈ രണ്ട് സ്ഥലത്തേക്കാണത്. തത്സാമ്യേന, അതായത് ധർമ്മത്തിൽ ശാസ്ത്രാനുസൃതമായിരിക്കുന്ന വികല്പങ്ങൾ ഉണ്ട് എന്നുള്ളതിനാൽ അതിന് സമാനമായിട്ട് എന്ന് പറഞ്ഞ അർത്ഥം ബ്രഹ്മവും വേദപ്രതിപാദിതമാണെന്നിരിക്കെ, ഇത് മുമ്പ് പറഞ്ഞതാണ്, സമാനത എന്നുള്ളത് വേദാർത്ഥത്വ സാമാന്യം എന്നല്ല അർത്ഥം. അപ്പം വേദത്തിൽ ബ്രഹ്മത്തെയും പറഞ്ഞിട്ടുണ്ട് എന്നിരിക്കെ ബ്രഹ്മണ്യപി സർവവികൽപാഹ യഥാർത്ഥാഹ സ്യുഹു, ബ്രഹ്മത്തിലും സകല വികല്പങ്ങൾ യഥാർത്ഥങ്ങളായിരിക്കട്ടെ. ഏത് വികല്പങ്ങള്? മതഭേദം ഉണ്ടല്ലോ, ബ്രഹ്മവസ്തു ഉള്ളതാണെന്നും ഉണ്ടെങ്കിൽ തന്നെ അത് ശരീരപരിച്ഛിന്നമാണെന്നും. ജൈനന്മാർ പറയുന്നത് അത് ചിലപ്പോൾ ചെറുതും ചിലപ്പോൾ വലുതും. ആനയുടെ ശരീരത്തിൽ കഴിഞ്ഞാൽ ആന പോലെ ഉണ്ടാവും പരമാത്മാ, ഉറുമ്പിന്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഉറുമ്പ് പോലെയാവും. എന്നിട്ടോ മോക്ഷകാലത്തോ അത് അലൗകിക ആകാശത്തിലേക്ക് ഇങ്ങനെ ഉടുകെ ജായക പറന്നുകൊണ്ടേ പോയി. പിന്നെ ചിന്തിക്കണ്ട, അതിങ്ങനെ പോകും. അപ്പം ജൈനന്മാർക്കും അതായത് ഏറ്റവും ദുർബലമായിരിക്കും സിദ്ധാന്തം ജൈനന്മാരുടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാശിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇവര് പിന്നെയും ബുക്ക് എഴുതിപ്പിക്കുന്നു. കാരണം ഫിലോസഫിയിലല്ലേ നിൽക്കുന്നത് കാര്യങ്ങളെ. അപ്പൊ ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവും, ചില സമ്പ്രദായങ്ങളൊക്കെ ഗുരുമുഖിമാണ്. ഗുരുവിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് പരിപാടികൾ. ഒന്ന് നോക്കിയോ, തത്സാമ്യേന എവിടെത്തി? വികല്പ യഥാർത്ഥ സ്യുഹു തത്രാപി ഏവമിതി വദന്തം പ്രത്യാഹ. തത്രാപി എന്ന് ഉദ്ദേശം എവിടെയാ? ബ്രഹ്മത്തിന്റെ കാര്യത്തിലും വികല്പങ്ങൾ സംഭവിക്കട്ടെ. ഇത് ആദ്യത്തെ ശങ്കയാണ് പറഞ്ഞത്. തസ്സാമ്യേന ബ്രഹ്മണ്യപി സർവവികൽപാഹ യഥാർത്ഥ സ്യുഹു. വേദാർത്ഥമാണ് ബ്രഹ്മം എന്നിരിക്കെ ഈ പുരുഷബുദ്ധി അപേക്ഷിതമായിരിക്കുന്ന വികല്പങ്ങൾ എപ്രകാരം ധർമ്മത്തിൽ ഇരുന്നുവോ അപ്രകാരം എല്ലാ വികല്പങ്ങളും ബ്രഹ്മത്തിൽ ഇരിക്കട്ടെ. ഇതായിരുന്നു ആശങ്ക. അവിടെയും പൂർവപക്ഷിയുടെ അഭിപ്രായം എന്ത് തന്നെയാണ്? തത്രാപി ഏവമിതി വദന്തം പ്രത്യാഹ. അവിടെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എവിടെ? സിദ്ധവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തിലും സകല വികല്പങ്ങളും ഇരിക്കട്ടെ. വിധി നിഷേധാദികൾ. ഇതിന് ഉത്തരം പറയാണ് താൻ പ്രത്യാഹ എന്ന്. പ്രത്യുത്തരം പറയാണ് സിദ്ധാന്തി ഭാഷ്യം കാണുക. ന വസ്തു യാഥാത്മ്യജ്ഞാനം പുരുഷബുദ്ധി അപേക്ഷം. ജ്ഞാനം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ടുണ്ട്. വസ്തുവല്ല, വസ്തുവിന്റെ യഥാർത്ഥ ജ്ഞാനം പുരുഷന്റെ ബുദ്ധി അപേക്ഷിച്ചിട്ടല്ല പോലും. പുരുഷ ബുദ്ധി അപേക്ഷിതമായിട്ട് വസ്തുവിൽ വികല്പം സംഭവിക്കാമോ? സംഭവിക്കാം. സംഭവിക്കാം. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ ധർമ്മം എന്നുള്ള കർമ്മത്തിൽ സകല വികല്പങ്ങൾ സംഭവിക്കാം. പൂർവപക്ഷി പറയാണ് വേദാർത്ഥമായ സ്ഥിതിക്ക് സമാനമായിട്ട് ബ്രഹ്മത്തിലും സിദ്ധവസ്തുവാണെങ്കിൽ പോലും വികല്പങ്ങൾ സംഭവിക്കാം. അവിടെയാണ് സിദ്ധാന്തി പറഞ്ഞത് സിദ്ധവസ്തുവിൽ വികല്പം സംഭവിക്കത്തില്ല. അവിടെയാണ് പൂർവപക്ഷി പിന്നെ ചോദിക്കുന്നത്, സിദ്ധവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തിൽ വാദികൾക്ക് വികല്പങ്ങൾ ഉണ്ടല്ലോ. പല മതത്തിലും പല രീതിയിലാണല്ലോ പറയും. അതൊന്നും ഉദ്ദേശത്തെ
സാങ്ക്യവൈശേഷികാദികളുടെ മതഭേദമാണ്. അവർ പലതായിട്ടാണല്ലോ മാനിക്കുന്നത്. അതിനാണ് ഈ ഉത്തരം പറയുന്നത്, വസ്തുവിന്റെ യഥാർത്ഥ ജ്ഞാനം പുരുഷന്റെ ബുദ്ധിക്ക് അപേക്ഷിച്ചിട്ടല്ല എന്ന് പറയുന്ന അർത്ഥം ഏതെങ്കിലും ഗുരു പറയുന്നത് കൊണ്ട് സാധനം മാറിപ്പോകത്തില്ല. പിന്നെ പ്രമാണാപേക്ഷമായിട്ടാണ് വരിക. കിം ചോദ്യമാണ്, പിന്നെ എങ്ങനെയാ? കിം തർഹി ഒറ്റ ചോദ്യമല്ല കേട്ടോ. കിം തർഹി പിന്നെ എങ്ങനെയാണ്? ഇവിടം വരെ കിം തർഹി ഒരു കോമേട്ടോ. ഉത്തരം പറയാണ്, വസ്തു തന്ത്രമേവ തത്. തന്ത്രം അധീനം, വസ്തുവിന് അധീനമായിട്ടാണ് അതിരിക്കുന്നത്. എന്തിരിക്കുന്നത്? ജ്ഞാനം. വസ്തു യാഥാത്മജ്ഞാനം. എന്റെ മുന്നിൽ എഴുതി വെച്ചത് വസ്തു യാഥാത്മജ്ഞാനം ന പുരുഷ ബുദ്ധിയപേക്ഷം. അതിനുശേഷമുള്ളത് അതായിട്ട് അന്വേഷിച്ചാൽ മതി. വസ്തുവിന്റെ യാഥാത്മജ്ഞാനം എന്ന് പറയുന്നത് യഥാർത്ഥ സ്വരൂപജ്ഞാനം എന്നുള്ളതാണ്. വസ്തു ഏതാണോ അതിന്റെ യഥാർത്ഥ ജ്ഞാനം ആ വസ്തുവിനെയും അപേക്ഷിച്ചിരിക്കും, പ്രമാണത്തെ അപേക്ഷിച്ചിരിക്കും. ഇത് വസ്തുതന്ത്രം ഭവേജ്ഞാനം, കർത്തതന്ത്രം ഉപാസനം എന്നൊക്കെ നിങ്ങൾക്ക് ഇനി ശ്ലോകത്തിലൂടെ ഹയർ ടെക്സ്റ്റുകളിൽ പഠിക്കാം. അതിന്റെ ചെറിയ ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പിൽക്കാലത്ത് ഡെവലപ്പായിട്ട് പല എന്നപ്പം പറയും ഭാമതി പ്രസ്ഥാനം. ഇതിന്റെ ഭാമതി പ്രസ്ഥാനം കിടക്കുന്നത് ഇവിടെ തന്നെയാണ്. അതിന്റെ തൊട്ട താഴെയുള്ള ടീക്കാണ് ഭാമതി. ഇത് തന്നെ ഒരു പ്രസ്ഥാനമായി മാറിപ്പോകുന്നുണ്ട്. കാരണം ചില സ്ഥലത്ത് സൂത്രകാരനിൽ നിന്ന് ഭാമതികാരൻ മാറിപ്പോയ സ്ഥലമൊക്കെ ഉണ്ട്. അതിൽ ഇതിലുണ്ടാവും, വാർത്തികത്തിന്റെ കാര്യത്തിലും കാണാം. ചില സ്ഥലത്ത്, അതായത് ഭാണാഗൗരവം എന്നുള്ള സ്ഥലത്ത് മതഭേദമുണ്ട്, സൂക്ഷ്മ ശബ്ദവും സ്ഥൂല ശബ്ദവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഭാഷകാരനും വാർത്തകാരനും മതഭേദം. അപ്പൊ എന്തൊക്കെ പറഞ്ഞപ്പോൾ വസ്തുതന്ത്രമേവ തത്ത്, യഥാർത്ഥ ജ്ഞാനം വസ്തുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇനി ടീക്കയിൽ നോക്ക്. യദി സിദ്ധവസ്തുജ്ഞാനമപി സാധ്യജ്ഞാനവത് പുരുഷബുദ്ധിം അപേക്ഷ്യ ജായത തഥാ സിദ്ധേ വികൽപാഹ യഥാർത്ഥ സ്യുഹു. ഇങ്ങനെ ആയിരുന്നെങ്കിൽ യദി സിദ്ധവസ്തുജ്ഞാനം പോലും ജ്ഞാനവും ജ്ഞാനമപി സാധ്യജ്ഞാനവത് സാധ്യമായിരിക്കുന്ന ധർമ്മം എന്നുള്ള കർമ്മത്തിന്റെ ജ്ഞാനം പോലെ പുരുഷബുദ്ധിയും അപേക്ഷ്യ ജായത പുരുഷബുദ്ധിയെ അപേക്ഷിച്ചിട്ടാണ് ഉത്പന്നമാവുന്നതെങ്കിൽ തഥാ സിദ്ധേ അർത്ഥേ ബ്രഹ്മണി വികൽപാഹ യഥാർത്ഥ സ്യുഹു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സിദ്ധവസ്തുവായിരിക്കുന്ന ബ്രഹ്മത്തിലെ വികല്പങ്ങൾ യഥാർത്ഥങ്ങളായേനെ. യതി സിദ്ധവസ്തുജ്ഞാനമപി സാധ്യജ്ഞാനത്തിലെ പോലെ സിദ്ധവസ്തുജ്ഞാനവും പുരുഷബുദ്ധി അപേക്ഷിച്ചിട്ടാണ് ഉണ്ടാവുന്നതെങ്കിൽ വികല്പങ്ങൾ ഉണ്ടായേനെ. അതിന്റെ അർത്ഥം എന്താ? പുരുഷബുദ്ധി അപേക്ഷിച്ചിട്ടുണ്ടാവുന്ന സ്ഥലത്ത് നമ്മൾക്ക് വികല്പങ്ങൾ സംഭവിക്കാം. പുരുഷബുദ്ധിയെ അപേക്ഷിച്ചിട്ടല്ല ജ്ഞാനം ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ഒരു വികല്പവും അന്വയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ കാര്യത്തിൽ വിധി നിഷേധം ഒന്നും സംഭവിക്കത്തില്ല. പിന്നെ എന്തേ ഉള്ളൂ? വസ്തു അങ്ങനെ തന്നെ. നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രമാണമുണ്ട്, ജ്ഞാനം ഉണ്ടാവും. ഈ പ്രമാണജ്ഞാനവും വസ്തുവും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ബ്രഹ്മവിഷയക ജ്ഞാനം, ബ്രഹ്മം, ഇത് തമ്മിലുള്ള ബന്ധം എന്താ? ബ്രഹ്മവിഷയക ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മവിഷയക ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്. ഘടം മൃത്താണ്, ഘടജ്ഞാനം മൃത്തല്ലേ? ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണ്, ബ്രഹ്മജ്ഞാനം ജ്ഞാനമല്ലേ? രണ്ട് സമാനമല്ലേ? പണിവാളി കണ്ടോ? ഇത് പങ്ക്തിയിലൊന്നുമില്ല, നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് ചിന്തിച്ചെടുക്കേണ്ട സാധനമാണിത്. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഉപാസകന്മാരെ കൊലപാതകം ചെയ്യുന്നത്? ഇതൊന്നും അവരുടെ തലയിൽ കയറുന്ന പ്രശ്നമേ ഇല്ല, അതിലേക്ക് കയറരുത് എന്ന് വെച്ചിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ഉപാസകന് സമർത്ഥില്ലാത്തതുകൊണ്ടല്ലോ ഉപാസന ചെയ്യുന്നത്. അത്യന്ത ബുദ്ധിമാന്ദ്യാത് സാമഗ്ര്യാപ്യ അസംഭവാദിയോ വിചാരണലഭതേ ബ്രഹ്മോപാസിത സോനിച്ചെന്നല്ലേ പറഞ്ഞത്. ഞാനല്ലല്ലോ പറഞ്ഞത്, പഞ്ചദശികാരന്റെ ശ്ലോകമാണ്. ഇന്ന സിദ്ധവസ്തുജ്ഞാനം പൗരുഷം. നോക്കിക്കോ, അപ്പൊ അത്രയും ഭാഗം കറക്റ്റ് ആണല്ലോ. വികൽപാഹ സ്യുഹു ന സിദ്ധവസ്തുജ്ഞാനം പൗരുഷം. സിദ്ധവസ്തുവിന്റെ ജ്ഞാനം പുരുഷാധീനമല്ല. പൗരുഷം എന്നുള്ളത് പുരുഷതന്ത്രമല്ല. ആഹാ, അല്ല, ഒരു വ്യക്തിക്ക് അധീനമല്ലേ ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത്? അതൊന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത് കുട്ടികളെ. വ്യക്തിയില്ലാതെ ജ്ഞാനം എവിടുന്നുണ്ടാവും? അതുകൊണ്ട് അവൻ അധീനമാണ്. പക്ഷെ വികല്പങ്ങൾ പുരുഷന്റെ ബുദ്ധിക്ക് അപേക്ഷിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ആവാം, ഇങ്ങനെ ആവാന്നുള്ളത്. പക്ഷെ ഇതൊന്നും വസ്തുവിനെ ആശ്രയിക്കുന്നില്ല. വസ്തു തന്നെയാണ്. ഒരു കയറിന് നിങ്ങൾ സർപ്പം എന്ന് കരുതിയിട്ട് കയറിന് എന്തെങ്കിലും ചേതോവികാരം സംഭവിച്ചോ? ഇല്ലല്ലോ. മനസ്സിലായോ? ഒന്ന്. രണ്ടാമത്തത്, അതിന്റെ ജ്ഞാനസ്ഥലമാണ്. നിങ്ങൾ ചിന്തിക്കുന്നതനുസരിച്ച് അതിന്റെ ജ്ഞാനം ഉണ്ടാവുമൊന്നുമില്ല. പ്രമാണം ഉണ്ടെങ്കിലേ ജ്ഞാനം ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഗുരുക്കന്മാരെ പുറകെ പോവാതിരിക്കുക. ഏത് സോക്കോൾഡന്മാരുടെ വായി തോന്നി വിളിച്ചു പറഞ്ഞത് കൊണ്ട് ബോധം ഉണ്ടാവത്തില്ല. പ്രമാണം ഉണ്ടെങ്കിലേ ബോധം ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ 2-3 മാസം കയറി വരുന്നേരം ഏകദേശം പിടി കിട്ടുന്നില്ല. ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ എന്നോട് വാശി തോന്നിയ ആൾക്കാർക്ക് ഇപ്പോൾ വാശിക്കുറവെങ്കിലും ഉണ്ടാകത്തില്ല. ഇപ്പം പറയുന്നത് ശരിയാണ്. എന്റെ പഴയ വിദ്യാർത്ഥികളല്ല, പുതിയ വിദ്യാർത്ഥികൾക്ക് തോന്നും ഇയാളെന്തെന്നാണ് ഇവിടെ നിന്ന് കുറെ ദിവസമായാലും തുടങ്ങിയിട്ട്. നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് വഴിയാ പോകുമെന്ന് നോക്കിയോ. ഇന്ന സിദ്ധവസ്തുജ്ഞാനം പൗരുഷം. സിദ്ധവസ്തുവിന്റെ ജ്ഞാനം പുരുഷാധീനമല്ല. കിന്തർഹി പിന്നെ എന്തിനധീനമായിട്ടാണ്? പറയാണ്, പ്രമാണ വസ്തു ജന്യം. രണ്ടെണ്ണമാണ് കേട്ടോ. പ്രമാണതന്ത്രം, വസ്തുതന്ത്രം.
ചില സ്ഥലത്ത് പ്രമാണമായിരിക്കുന്ന വസ്തുതന്ത്രം എന്ന് പറഞ്ഞു കളയും. കാരണം വസ്തു അങ്ങനെ തന്നെയാണ്. പ്രമാണം ഉണ്ടെങ്കിൽ ജ്ഞാനം ഉണ്ടാവും. അപ്പൊ ജ്ഞാനം പ്രമാണതന്ത്രം എന്ന് മാത്രം മതി. വേണമെങ്കിൽ രണ്ടാക്കാം. വസ്തു എപ്രകാരം ഇരിക്കുന്നു അപ്രകാരമാണ് ജ്ഞാനം. അതേപോലെ തന്നെ പ്രമാണത്തിന് അധീനമായിട്ടാണ് ജ്ഞാനം. വസ്തു എങ്ങനെയാണോ അതിന് വിപരീതമായിട്ട് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രമാ എന്ന് പറയാൻ പറ്റത്തില്ല. തഥാച വസ്തുന ഏകരൂപത്വ ഏകമേവ ജ്ഞാനം പ്രമാ. വസ്തു ഏത് വസ്തുവാണെങ്കിലും അതിനൊറ്റ സ്വരൂപം ഉണ്ടാകത്തുള്ളൂ, അല്ലേ? രണ്ട് സ്വരൂപം ഒരേ വസ്തുവിന് ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിൽ അതേ ജ്ഞാനം അതിന്റെ ഏത് രീതിയിലാണ് അതിന്റെ സ്വരൂപം ഉള്ളത്, താദൃശ ജ്ഞാനമാണ് പ്രമ. അന്യവികൽപാഹ യഥാർത്ഥാഹ വ്യത്യർത്ഥ. അന്യവികല്പങ്ങളെല്ലാം യഥാർത്ഥങ്ങളാണെന്ന് മനസ്സിലായിക്കൊള്ളുക. തത്ര ദൃഷ്ടാന്തമാഹ. ഈ കാര്യത്തിൽ ദൃഷ്ടാന്തം കാണിച്ച് വിശദീകരിക്കുകയാണ് ഭാഷ്യകാരൻ. നഹി ഭാഷ്യമാണ് സ്ഥാണോ ഏകസ്മിൻ സ്ഥാണുർവാ പുരുഷോ വാ അസ്തി വേ ഇതി തത്വജ്ഞാനം ഭവതി. ഏകസ്മിൻ സ്ഥാണവും. ഒരു സ്ഥാണു എന്ന് പറയുന്ന മരക്കുറ്റിയാണ്. നമ്മള് മൊത്തം ഇരുട്ടിയിട്ടില്ല. മൊത്തം ഇരുട്ടിയിട്ടുണ്ടെങ്കിൽ ആ മരക്കുറ്റി കാണുക പോലുമില്ല. അപ്പൊ ചെറിയൊരു ഇരുട്ട്, സന്ധ്യ മയങ്ങുന്ന നേരം, ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു മരക്കുറ്റി. അപ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ തോന്നാം അത് ആരെങ്കിലും നിൽക്കുകയാണോ? അല്ല, അത് മരക്കുറ്റിയാണ്. അല്ല, പുരുഷനാണ് എന്ന് നമ്മൾക്ക് വികല്പം സംഭവിക്കാം. പക്ഷേ ആ സ്ഥാണു ചില സമയത്ത് പുരുഷൻ ചില സമയത്ത് സ്ഥാണുവായി മാറിക്കൊണ്ടേയിരിക്കുകയോ? ഇല്ലല്ല. നഹി സ്ഥാണു ഏകസ്മിൻ ഏകസ്മിൻ സ്ഥാണു സ്ഥാണുർവാ പുരുഷോ വാ അന്യോവാദി തത്വജ്ഞാനം ഭവതി. സ്ഥാണുവാണെന്നും ചിലപ്പോൾ സ്ഥാണുവാണെന്നും ചിലപ്പോൾ പുരുഷനാണെന്നും ചിലപ്പോൾ പുരുഷോവായി അത് ആ ഒരു ജ്ഞാനം തത്വജ്ഞാനമാവത്തില്ല. എന്ന് പറഞ്ഞാൽ സ്ഥാണുർവാ പുരുഷോവാ എന്നുള്ളത് ശരിക്കും ഇത് 4 കോടിയുണ്ട്. ഇവിടെ 2 കോടി കാണിച്ചിട്ടുള്ളൂ. സ്ഥാണു അസ്ഥി നവ, പുരുഷോ അസ്ഥി നവ, ഇപ്രകാരം 4 കോടി വരും. ഓക്കെ, ചതുഷ്കോടി എന്നാണ് നൈയായികൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഉഭയകോടിയേ ഉള്ളൂ. ഈ ഒരു ജ്ഞാനത്തെ നമുക്ക് തത്വജ്ഞാനം എന്ന് പറയാൻ പറ്റത്തില്ല. ടീക്ക നോക്കുക. സ്ഥാണുരേവേത്യ അവധാരണേ സിദ്ധേ സർവവികൽപാഹ യഥാർത്ഥ ന ഭവന്തി ഇത്യർത്ഥ. ഉദ്ദേശിച്ചത് സ്ഥാണു മാത്രമാണ് ഇത് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ രീതിയിലെ ജ്ഞാനങ്ങളും ഏത് വികല്പങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു മനസ്സിലാക്കാം. തത്ര ഏത് വസ്തുതന്ത്രം ജ്ഞാനം തതി യഥാർത്ഥം. ഏതാണ് വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന ജ്ഞാനം? ഏത് വസ്തുവിനെ ആശ്രയിച്ചിട്ട്? എന്താ മക്കളെ, പ്രമാണ വസ്തുതന്ത്രം ഇവിടെ എഴുതി വെച്ചത്. തത്ര ഏത് വസ്തുതന്ത്രജ്ഞാനം തത് യഥാർത്ഥം. വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന യാതൊരു ജ്ഞാനമുണ്ടോ? പ്രമാണ വസ്തുവിനെ ആശ്രയിച്ച് യാതൊരു ജ്ഞാനമുണ്ടോ? അത് യഥാർത്ഥം. ഏത് പുരുഷതന്ത്രം പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു. പുരുഷനെ ബുദ്ധിക്ക് അനുസരിച്ച് വികല്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ മിഥ്യ. അതുകൊണ്ട് ഹുവായമയാണോ അല്ല ഐ ആം ദാറ്റ് ആണോ ശരി? രണ്ടിടം തന്നെ കേട്ടോ. ഓരോരുത്തന്മാർ ചോദ്യം കേൾക്കണം. ഇതാണോ ശരി, അതാണോ ശരി, ഇതിനെന്താ കുഴപ്പോ? എവിടെയും തിരികെ വെക്കത്. ഇനി ഭാഷ്യം കണ്ടോ. തത്ര പുരുഷോ അന്യോ വൈദി മിഥ്യാജ്ഞാനം. തത്ര ഉദ്ദേശം സ്ഥാണുവിലാണ്. ടീക്ക നോക്ക്. സ്ഥാണോ ഇത്യർത്ഥ. സ്ഥാണുവിലെ പുരുഷോ അന്യോ വാ, പുരുഷനാണോ സ്ഥാണു ആണത്. പക്ഷെ എന്താ ജ്ഞാനം ഉണ്ടായത്? പുരുഷ. പിന്നെന്താ ജ്ഞാനം ഉണ്ടായത്? അന്യഹ. ഈ അന്യ ശബ്ദത്തിന്റെ അർത്ഥം എന്താ? വികൽപ്പം. സ്ഥാണു. ഇതെന്തുകൊണ്ടാ പ്രവേശമില്ലാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നൈയായികന്മാരുടെ കുരുട്ട് സാധനത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾക്ക് ആദ്യം അവരുടെ ടെർമിനോളജി പിടികിട്ടാൽ കുറച്ചെങ്കിലും തെളിഞ്ഞു കിട്ടും ഇവരെന്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ സ്ഥാണുവില് സ്ഥാണുജ്ഞാനം യഥാർത്ഥല്ലേ? അതെ. അല്ല, സ്ഥാണുരേവ എന്നുള്ള ജ്ഞാനമാണ് യഥാർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ പുരുഷോ അതിനെ സ്ഥാണു എന്ന് വരുന്നതേ. സംശയസ്ഥലത്തെ 1 കോടിയാണത്. ചിലപ്പോൾ അതിനെ സ്ഥാണുവായിട്ട് തോന്നും, പിന്നെ അതിന് പുരുഷനായിട്ട് തോന്നും. ഇതിലേതാ ശരി? അത് രണ്ടും ശരിയല്ല. സ്ഥാണു മാത്രം വാ ഇതി എന്നുള്ള സ്ഥലത്ത് അന്യോ വാ എന്നുള്ളത് സ്ഥാണു ആണെങ്കിൽ പോലും ഇത് ശരിയല്ല. അതുകൊണ്ടാണ് മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞത്. ടീക്കയില് സ്ഥാണോ ഉക്തന്യായം ഘടാദോ അതിദിശതി. സ്ഥാണുവിൽ പറഞ്ഞ കാര്യത്തെ അതിന് മുന്നേ ഒരു കഷ്ണം കൂടി ബാക്കി ഭാഗമുണ്ട് ഭാഷ്യത്തില്. സ്ഥാണുരേവി തത്വജ്ഞാനം വസ്തുതന്ത്രത്വാത്. സ്ഥാണുരേവ എന്നുള്ളതാണ് തത്വജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം. അതെന്തുകൊണ്ടാ? വസ്തുതന്ത്രത്വാത്. ഇതിന്റെ അർത്ഥം എന്താ? പുരുഷതന്ത്രമല്ല എന്നുള്ളത്. പ്രമാണ വസ്തുതന്ത്രത്വാത്. ലജയ്ക്ക് ആനന്ദം വരുന്നു ഇത് കേട്ടിട്ട് പോലും. ഉത്തരം തരാൻ പറ്റായിട്ട് പോലും ആനന്ദം വരുന്നുണ്ടെങ്കിലേ വസ്തുതന്ത്രത്വം. അത് വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ പ്രമാണ വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ, അല്ലെങ്കിലോ പ്രമാണവും വസ്തുവായിരിക്കുന്ന സ്ഥാണുവിനെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ. സ്ഥാണു ഇവിടെ വിഷയമൊന്നുമല്ല, പ്രമാണത്തെ ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മുഖ്യ സിദ്ധാന്തം. ഇനി ടീക്കെ തന്നെ സ്ഥാണ ഉക്തന്യായം ഘടാദികളിലും അതിദേശം നടത്തുകയാണ്. ഭാഷ്യം കാണും. ഏവം ഭൂതവസ്തു വിഷയാണാം പ്രാമാണ്യം വസ്തുതന്ത്രം. ഇപ്രകാരം ഭൂതവസ്തു എന്ന് ഉദ്ദേശിച്ച സിദ്ധവസ്തു. സിദ്ധവസ്തുവിനെ വിശദീകരിക്കുന്ന പ്രാമാണ്യം വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഭൂതവസ്തു വിഷയാണാം ജ്ഞാനാനാം പ്രാമാണ്യം വസ്തുതന്ത്രം എന്ന് അന്വയിച്ചോ.
ഭൂതവസ്തുവിനെ വിശദീകരിക്കുന്ന ജ്ഞാനനിഷ്ഠ പ്രാമാണ്യം അത് വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്, പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പ്രമാണത്തെ ആശ്രയിച്ചുണ്ടായിരിക്കുന്നതാണ്. ജ്ഞാനത്തിലെ പ്രാമാണ്യം പ്രമാണത്തെ ആശ്രയിച്ചുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പ്രമേയിലെ പ്രാമാണ്യം എങ്ങനെ ഉത്പന്നമായതാ? പ്രമാണത്തെ ആശ്രയിച്ച് ഉത്പന്നമായതാണ്. ആ പ്രമാണം ഉണ്ടെങ്കിൽ മാത്രം പ്രമേയം ഉത്പന്നമാവും. ഇവിടെ പ്രത്യേകിച്ച് ആരുടെയും കൃപ, കൃപ മാത്രമല്ല, കൃപയുടെ കഥയിൽ നിന്നിട്ട് നോക്കിയോ, കൃപ എന്ന് പറഞ്ഞ് തുള്ളുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടാ വസ്തു മനസ്സിലാവാത്ത? നിങ്ങൾക്ക് ഇത്തരം കൃപ കൂടിപ്പോയതിന്റെ തകരാറാണ്. കൃപാലുക്കൾ കുറെ കയറി വരുന്നുണ്ടല്ലോ. സമ്മതിച്ചു, ഞങ്ങൾക്ക് തോന്നുന്നില്ല, നിങ്ങൾ ഭയങ്കര കൃപാലുക്കളാണ്, നിങ്ങൾക്ക് ഉപാസനയുണ്ട്, നിങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ട്, നിങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനമില്ല. എന്തുകൊണ്ടാണ് പങ്ക്തി മനസ്സിലാവാത്തത് നിങ്ങൾക്ക്? സ്വാമിജി, പ്രമാണ വസ്തുവും പ്രമാണവും വേറെയാണോ? അല്ല, അതല്ല മോനെ. ഇതിന് രണ്ടാക്കാം. ഒന്ന് പ്രമാണമായിരിക്കുന്ന വസ്തു എന്നോ അല്ലെങ്കിൽ പ്രമാണവും അറിയപ്പെടേണ്ട വസ്തുവും എന്നും ആക്കാം. മുഖ്യ സിദ്ധാന്തം പ്രമാണമായിരിക്കുന്ന വസ്തു എന്നാണ്. അത് പങ്ക്തി കിട്ടിയില്ലേ? ഏത്? വികല്പങ്ങള് വസ്തുവിനെ ആശ്രയിച്ചിട്ടല്ല പുരുഷനെ ആശ്രയിച്ചാ ഇരുന്നു പോയത്. അതുകൊണ്ട് വസ്തുവിന് ഒരു മാറ്റവും വരത്തില്ല. പിന്നെന്താണ്? ജ്ഞാനം ഉത്പന്നമാവുന്നത് എങ്ങനെയാ? പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ്. വസ്തു അങ്ങനെ തന്നെ കിടക്കുകയല്ലേ നിനക്ക്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഘടവും ഘടജ്ഞാനവും തമ്മിൽ എന്താ സംബന്ധം എന്നുള്ളത്. ഇതൊക്കെ നിങ്ങൾ പിന്നെ ആലോചിച്ച് തീർച്ചപ്പെടുത്തിക്കോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ചുണ്ടാക്കണം. ടീക്ക പ്രകൃതമാഹ. ഇനി പ്രകരണ സംബന്ധിയായിരിക്കുന്ന കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തത്ര ഏവം സതി ബ്രഹ്മജ്ഞാനമപി വസ്തുതന്ത്രമേവ ഭൂതവസ്തു വിഷയത്വാത്. ഘടാദി വസ്തുക്കളെ പോലെ തന്നെ ഏവം ഭൂതവസ്തു വിഷയാണം പ്രാമാണ്യം വസ്തുതന്ത്രം. അതിപ്പോൾ ഘടാദി സ്ഥലത്ത് സമാനമാണ്. ചക്ഷുരാദി പ്രമാണത്തിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് നീലപിതാദി ഘടാദിജ്ഞാനം ഉണ്ടാവുന്നത്. ഇതേപോലെ തന്നെ ബ്രഹ്മജ്ഞാനവും ഏതിനെ ആശ്രയിച്ചിട്ടാ? പ്രമാണത്തെ ആശ്രയിച്ചിട്ടാണ്. ടീക്കൽ നോക്ക്. സിദ്ധേ അർത്ഥേ ജ്ഞാനപ്രമാത്വസ്യ വസ്തു അധീനത്തെ സതി ബ്രഹ്മജ്ഞാനമപി വസ്തുജന്യമേവ യഥാർത്ഥം ന പുരുഷതന്ത്രം ഭൂതവസ്തു വിഷയത്വാത് സ്ഥാണുജ്ഞാനമതിത്യർത്ഥഃ. സിദ്ധേ അർത്ഥേ സിദ്ധമായിരിക്കുന്ന വസ്തുവിൽ എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്ത വസ്തുവിൽ, നിശ്ചിതമായിരിക്കുന്ന വസ്തുവിൽ, മുമ്പേ ഉള്ള വസ്തുവിൽ ജ്ഞാനപ്രമാത്വസ്യ ജ്ഞാനനിഷ്ഠ പ്രമാത്വമാണ് ജ്ഞാനപ്രമാത്വം. ഇതാണ് ഭാഷ്യത്തിൽ. ഭാഷ അത്ര സ്പഷ്ടമല്ലായിരുന്നു. വസ്തു വിഷയാണാം ഉദ്ദേശിച്ചത് വിഷയങ്ങളല്ല, വിഷയജ്ഞാനാനാം എന്നുള്ള അർത്ഥത്തിലാണ് പ്രാമാണ്യം എന്നാണ് ശബ്ദം വന്നത്. അത്രയും ജടിലമായിട്ട് കൊണ്ടുവച്ച് കെട്ടത്തുള്ളൂ. ഭാഷയല്ലേ, അതിന്റെ വ്യാഖ്യാനം വരുന്നവരെ മനസ്സിലാകത്തുള്ളൂ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്. സിദ്ധാർത്ഥത്തിലെ ജ്ഞാനനിഷ്ഠ പ്രമാത്വം എന്നുള്ളത് വസ്തുവിന് അധീനമായിട്ടാണ്. ഏത് വസ്തു? പ്രമാണ വസ്തുവിന് അധീനമായിട്ടാണ്. അതിനെത്തിസതി ബ്രഹ്മജ്ഞാനവും വസ്തുജന്യമേവ യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥം ന പുരുഷതന്ത്രം. ബ്രഹ്മജ്ഞാനവും ഗുരു എന്തെങ്കിലും വായ്ത്തോന്നി വിളിച്ചു പറഞ്ഞത് കൊണ്ടുണ്ടാവുന്നതല്ല, പിന്നെ പ്രമാണത്തിൽ അധീനമായിട്ടാണ്. പ്രമാണം എന്താണ്? വൈദിക പ്രമാണമായിരിക്കുന്ന ഉപനിഷത്താണ്. അല്ലാതെ എന്തല്ല വേറെ ആരുടെയും പ്രമാണം ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നർത്ഥം. മനസ്സിലായോ? ഇനി നിങ്ങൾ അന്വയിക്കുക. കുണ്ടലിനെ പിടിച്ച് എവിടെ വെക്കും നമ്മളൊന്നും. ആർക്കും ഇവിടെ കയറി കളിക്കാൻ പറ്റുന്നില്ല. ഈ ശാസ്ത്രം അറിയാത്തതിന്റെ തകരാറാണ് ബാക്കി എല്ലാ ശാസ്ത്രങ്ങൾക്കും പ്രവർത്തിക്കാൻ സൗകര്യം കൊടുത്തത്. നിങ്ങൾ ഒരു കാലത്ത് ഇതിനെ അങ്ങോട്ട് നന്നായിട്ട് കയറ്റി വിട്ടാൽ ഇവന്മാരുടെ ഒന്നും അഡ്രസ് പോലും ഉണ്ടാകത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല സാധനത്തിൽ. ന പുരുഷതന്ത്രം. അതെന്തുകൊണ്ടാ? ഭൂതാർത്ഥ വിഷയത്വം. ഭൂതാർത്ഥം എന്ന് പറയുന്ന അർത്ഥം യഥാർത്ഥം, യഥാർത്ഥ വസ്തുവിനെ വിശദീകരിക്കുന്നതിനാൽ. ഏതുപോലെ? സ്ഥാണുജ്ഞാനം. അത് സ്ഥാണുജ്ഞാനം ഭൂതാർത്ഥ വിഷയമാണോ? ഭൂതാർത്ഥ വിഷയകം എന്നുള്ള അർത്ഥം കേട്ടോ. ഭൂതാർത്ഥം യഥാർത്ഥം. യഥാർത്ഥ വസ്തു വിഷയോ യസ്യജ്ഞാന സിദ്ധജ്ഞാനം ഭൂതാർത്ഥ വിഷയം തസ്യ ഭൂതാർത്ഥ വിഷയത്വം. ബഹുവ്രീഹി പ്രയോഗമാണ് ഇവിടെയൊക്കെ നടന്നത്. സ്ഥാണുവിന്റെ ജ്ഞാനം ഭൂതാർത്ഥ വിഷയമാണ്. അതെന്തല്ല? പുരുഷതന്ത്രമല്ല. എത്ര ഭൂതാർത്ഥ വിഷയം അത്ര പുരുഷതന്ത്രത്വഭാവ. ബ്രഹ്മജ്ഞാനവും ഭൂതാർത്ഥ വിഷയമായതിനാൽ പുരുഷതന്ത്രമല്ല, പിന്നെ എന്തായിരിക്കും? വസ്തുതന്ത്രമായിരിക്കും. പ്രമാണം ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അതഹ അതുകൊണ്ട് എന്ത് പറ്റി? സാധി അർത്ഥേ സർവവികൽപ പുൻതന്ത്ര ന സിദ്ധേ അർത്ഥേ ഇതി. അതുകൊണ്ട് സാധ്യ അർത്ഥേ, സാധ്യമായിരിക്കുന്ന അർത്ഥം ഏതാണ്? കർമ്മം എന്നുള്ള ധർമ്മം. അവിടെ സർവവികല്പങ്ങളും പുരുഷന് അധീനമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതിനാൽ ന സിദ്ധേ അർത്ഥേ സിദ്ധമായിരിക്കുന്ന ബ്രഹ്മവസ്തുവിലോ ഘടാദി വസ്തുവിലോ സംഭവിക്കത്തില്ല. ഇതി വൈലക്ഷണ്യ ഇപ്രകാരം വിലക്ഷണത സിദ്ധാർത്ഥത്തിലുള്ളതിനാൽ ധർമ്മസാമ്യം ബ്രഹ്മണ ഇതി ധർമ്മത്തിന് സമാനത ബ്രഹ്മത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് എന്ത് പറ്റി? മനനാദി അപേക്ഷാ സിദ്ധ. മനനാദികളുടെ അപേക്ഷയുണ്ട്. ഇത് ഏതിന്റെ കണ്ഠനമാണ് നടന്നതെന്ന് അറിയോ? 51-ാമത്തെ പേജിലെ താഴെ 4-ാമത്തെ പങ്ക്തിയിൽ ടീക്കയുടെ അനുമാനത്തിന്റെ കണ്ഠനമാണ് ഇവിടെ ഇപ്പൊ നടന്നത്. മനനാദി അനപേക്ഷമായിരുന്നു സാധ്യം, അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. മനനാദി അപേക്ഷയുണ്ട് ബ്രഹ്മത്തിൽ. അതെ, ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ പലവട്ടം കേട്ട് തയ്യാറായിക്കൊള്ളണേ. ഇത് ചെറിയൊരു ഭാഗമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. പുരുഷതന്ത്രം, ഭവേജ്ഞാനം, കർത്തൃതന്ത്രം, ഉപാസന എന്നുള്ളതൊക്കെ ഇത് വെച്ചിട്ടാണ് ഉപാസന പ്രസ്ഥാനത്തെ കട്ട് ചെയ്ത് കളയുന്നത്. ഇത് ഹയർ ടെക്സ്റ്റിന്റെ ലൈനപ്പാണ്.
അറിയാത്ത ആൾക്കാർക്ക് ഇതൊന്നൊരു ബാലികേറാമലയായി മാറും. അതുകൊണ്ട് ഇത് തൊടാത്ത ആൾക്കാർ ഇതിനെ കണ്ടണം നടത്തുള്ള ഉറപ്പാണ്. അവരെ തിരിച്ചു കണ്ടിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ല, പഠിച്ചു വരുന്ന നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഒരു സ്ഥലത്ത് നിന്നിട്ട് അടിച്ചോളണം. അല്ല, വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തിന് അടിസ്ഥാനമാക്കി നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ ഏഹ്, ആ അത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. വേദാന്തപരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഓക്കെ. അതിനു വേണ്ടിയാണ് അവിടുത്തെ ആൾക്കാർ ഇത് സഹസ്രനാമത്തെ, വിഷ്ണു സഹസ്രനാമത്തെ ഇതിപ്പോൾ ശങ്കരഭാഷ്യത്തിനനുസരിച്ചാണ് പഠിച്ചെടുക്കുന്നത്. ഓക്കെ. ഇവിടെ എന്താ പറഞ്ഞു വെച്ചത്? നാമമാണ് കലികാലത്തെ ഏറ്റവും നല്ല നൗക. നാമം അങ്ങോട്ട് ചില രക്ഷപ്പെടും. നാമി പോലും രക്ഷപ്പെട്ടില്ല, എന്നിട്ടില്ല നാമം രക്ഷപ്പെടുന്നത്. സ്വാമിജി ആ പഞ്ചദശയിലെ ശ്ലോകം അതായിരുന്നു സ്വാമിജി പറഞ്ഞിരുന്നത്. എന്താ? അത്യന്ത ബുദ്ധിമാന്ദ്യാതുവ. നിനക്ക് അത് തന്നെ കേൾക്കണം അല്ലേ? അത്യന്ത ബുദ്ധിമാന്ദ്യാതുവ സാമഗ്ര്യ വാപ്യ സംഭവാത് യോ വിചാരം ന ലഭത്തെ ബ്രഹ്മോപാസീത സോനിശം. പഞ്ചദശി നല്ലൊരു ടെക്സ്റ്റാണ്. നമ്മുടെ ഇതൊക്കെ കുറെ 10 വർഷമായില്ലേ, 10 വർഷത്തിന് മുന്നേ എടുത്തു കഴിഞ്ഞതാണ്. അത് നിങ്ങൾക്ക് ഇത് ടെലഗ്രാമിൽ ഇപ്പോഴും കാണാതെ തെരഞ്ഞാൽ മതി. പഞ്ചദശി സെപ്പറേറ്റ് ആണ്. 254 ക്ലാസ് മറ്റുമാണ്. അതായത് വേദാന്തത്തിന്റെ ഒരുവിധ ഏരിയൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു പ്രക്രിയ ഗ്രന്ഥമാണ്. സ്വാമിജി ആ. സ്വാമിജി വികല്പം പോലും സിദ്ധമായതല്ലേ? സാധ്യമല്ലല്ലോ. എന്തെങ്കിലും എവിടുന്നെങ്കിലും മോനെ, സിദ്ധവസ്തു ഉദ്ദേശിച്ചതേ നിന്റെ വികല്പങ്ങള് ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ നിന്റെ ബുദ്ധി, ബ്രഹ്മവസ്തു ഉണ്ട് എന്നുള്ള നിന്റെ ബുദ്ധി സിദ്ധമാണോ? സാധ്യമാണോ? സിദ്ധമാണോ? സിദ്ധമാണ്. നിനക്ക് തത്വബോധം മുതൽക്ക് പറഞ്ഞു തരേണ്ടി വരും. എടാ, ഇതിൽ ഒരു ലെവല് വിട്ടിട്ട് ഈ ക്ലാസ് ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത്രയും ദൂരത്ത് നിങ്ങൾ വന്നു നിൽക്കണം, എങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരാൾക്കാർ ആയിരിക്കും സ്ലിപ്പ് അടിക്കുകയാണ്. ഇനി അതുകൊണ്ട് പറയുകയാണിത്. നിത്യസിദ്ധ വസ്തു വായിക്കുന്ന ഒരു ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബാക്കി നീ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന പോലെ അന്ധകരണത്തിന്റെ വൃത്തിയാണ്. അത് കാര്യമാണ്. കർമ്മം ഒരു കാര്യമാണ്. ഉള്ളത് ഉണ്ടാക്കിയതല്ല. ഇവിടെ ഇനിയിപ്പോൾ ദൃഷ്ടാന്തത്തിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഘടാദികളെ സിദ്ധവസ്തുവായിട്ട് പറയും. കാരണം അത് നമ്മളുടെ ജ്ഞാനത്തിന് മുന്നേ സിദ്ധിച്ചത് കൊണ്ടാണ് അവിടെ സിദ്ധവസ്തു എന്ന് പറയുന്നത്. കർമ്മങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണത്. ടീക്കേ. അപ്പൊ അവിടെ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പൊ നീ അവിടെ വേണേൽ ചോദിക്കാമായിരുന്നു ഘടം സിദ്ധവസ്തു ആകുന്ന എങ്ങനെയാണ്. പക്ഷെ നീ ചോദിക്കൂല. കാരണം നിനക്ക് ഇവിടെ ജ്ഞാനം പോലും സിദ്ധവസ്തുവാണ്. ഏത് ഉണ്ട് എന്നുള്ള ജ്ഞാനം പോലും സിദ്ധവസ്തുവായാലും എന്ത് ചെയ്യും? ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.